രാഷ്ട്രീയ വഞ്ചനയോ അടവു നയമോ? എങ്ങനെ വിളിക്കണം മാണി മാർക്സിസ്റ്റ് ബാന്ധവത്തെ? ബജറ്റ് വിറ്റെന്ന് ആക്ഷേപിച്ച് നിയമസഭയെ പോലും യുദ്ധക്കളമാക്കിയവർ ഇപ്പോൾ KM മാണിയുടെ അപദാനം പാടുന്നത് കാപട്യമല്ലേ? മാണിയുടെ മുന്നിൽ UDFന്റെ വാതിൽ എന്നേക്കുമായി കൊട്ടിയടക്കപ്പെട്ട് കഴിഞ്ഞോ? ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നു എഡിറ്റേഴ്സ് അവറിൽ. ആദ്യം പ്രധാന വാർത്തകൾ. അമ്മയുടെ സ്നേഹസ്പർശം പോലെ സുമിക്സ് കിഡ്സ് വെയർ. രാഷ്ട്രീയ ദിശാസൂചകമായി കോട്ടയത്ത് മാണി ഗ്രൂപ്പ് CPIM ബാന്ധവം. CPIM പിന്തുണയോടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം മാണി ഗ്രൂപ്പിന്. CPI വിട്ടുനിന്നു. രാഷ്ട്രീയ നെറുകേടിനും പരിഹാസത്തിനുമുള്ള മറുപടിയെന്ന് മാണി. രാഷ്ട്രീയ വചന ആശാന്മാരാ കോൺഗ്രസ്. അപ്പൊ ഈ മൂന്നരുമി കാണിച്ചതല്ലേ? യോജിപ്പുമായി PJ ജോസഫ് വിഭാഗം. ചരൽക്കുന്ന് ക്യാമ്പിലെ തീരുമാനം മാറ്റേണ്ട സാഹചര്യമില്ലെന്ന് മോൻസ് ജോസഫ്. മാണി ഗ്രൂപ്പുമായുള്ള ബന്ധവിച്ഛേദനം പ്രഖ്യാപിച്ച് കോൺഗ്രസ്. രാഷ്ട്രീയ വഞ്ചന പൊറുക്കില്ല. ദിവസം രാവിലെ വൈകുന്നേരം തിരിച്ചും വരാനും പോകാനുള്ള മുന്നണിയാണ് UDF. LDFിലും കലാപക്കൊടി. CPIM അധാർമികത കാട്ടിയെന്ന് CPI. അതിന് CPMന്റെ സംസ്ഥാന നേതൃത്വം ഒരിക്കലും അതിന് കൂട്ടുനിൽക്കാൻ വഴിയില്ല. രാഷ്ട്രീയത്തിലൊരു ധാർമ്മികതയുണ്ട്. ആ ധാർമ്മികതയുടെ ലംഘനമാണ്. നോട്ടെണ്ണുന്ന യന്ത്രത്തിൽ നിന്ന് CPIM എത്ര രൂപ വാങ്ങിയെന്ന് PC ജോർജ്. ആ മാണിയുടെ വീട്ടിലെ നോട്ടെണ്ണുന്ന യന്ത്രത്തിലെ എണ്ണിയ നോട്ടുകൾ എത്ര എണ്ണം കോട്ടയം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തിന് വേണ്ടി തങ്ങൾ വാങ്ങിയിട്ടുണ്ടെന്ന് CPMന്റെ നേതാക്കന്മാർ തുറന്നു പറയും. അധാർമികമായ ഒന്നും ചെയ്തിട്ടില്ലെന്ന് CPIM. TP സെൻകുമാറിന് പുനർനിയമനം നൽകണമെന്ന ഉത്തരവ് പുനഃപരിശോധിക്കണമെന്ന് സർക്കാർ സുപ്രീം കോടതിയിൽ. മുൻ ഉത്തരവിൽ വ്യക്തത വേണം. സർക്കാരുമായി ഏറ്റുമുട്ടലിനില്ലെന്ന് സെൻകുമാർ. രേഖകൾ പ്രതിപക്ഷത്തിന് ചോർത്തിക്കൊടുത്തിട്ടില്ല. ഇന്നും സഭയിൽ പ്രതിപക്ഷ ബഹളം. അതിർത്തിയിൽ വീണ്ടും പാക് പ്രകോപനം. പാക് ഹൈക്കമ്മീഷണറെ വിളിച്ചുവരുത്തി ഇന്ത്യ പ്രതിഷേധം അറിയിച്ചു. ജവാന്മാരുടെ മൃതദേഹം വികൃതമാക്കിയതിൽ പങ്കില്ലെന്ന് പാകിസ്ഥാൻ. തെളിവുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ B നിലവറ തുറക്കുന്നത് പരിഗണനയിലില്ലെന്ന് സുപ്രീം കോടതി. ക്ഷേത്ര നവീകരണം ആചാരങ്ങളും പഴമയും പരിഗണിച്ച് നടപ്പാക്കണം. തൃശൂർ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് നടന്നു. കേരള രാഷ്ട്രീയത്തിൽ ദിശാസൂചകമായി കോട്ടയത്ത് CPIM KM മാണി ഗ്രൂപ്പ് ബാന്ധവം. CPIM പിന്തുണയോടെ കോട്ടയത്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം മാണി ഗ്രൂപ്പിന് ലഭിച്ചു. മാണി ഗ്രൂപ്പിന്റെയും CPIMന്റെയും 12 അംഗങ്ങളുടെ പിന്തുണയോടെ സഖറിയ കുതിരവേലി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വിജയിച്ചു. വോട്ടെടുപ്പിൽ നിന്ന് CPI വിട്ടുനിന്നു. PC ജോർജ് വിഭാഗം വോട്ട് അസാധുവാക്കി. രാവിലെ ചേർന്ന കേരള കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗത്തിലാണ് തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനമെടുത്തത്. കേരള കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കുകയാണെങ്കിൽ പിന്തുണ നൽകാൻ CPM തീരുമാനിക്കുകയായിരുന്നു. ഇരു പാർട്ടികളുടെയും പിന്തുണയോടെ കേരള കോൺഗ്രസിലെ സക്കറിയാസ് കുതിരവേലി പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. CPM അംഗങ്ങളുടെ 6 വോട്ടുകൾ ഉൾപ്പെടെ 12 വോട്ടുകളാണ് സക്കറിയാസിന് ലഭിച്ചത്. CPI PC ജോർജ് വിഭാഗം അംഗങ്ങൾ വോട്ടിംഗിൽ നിന്ന് വിട്ടുനിന്നു. കോൺഗ്രസ് സ്ഥാനാർത്ഥി സണ്ണി പാമ്പാടിക്ക് 8 വോട്ടുകളാണ് ലഭിച്ചത്. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതോടെ ജില്ലാ പഞ്ചായത്ത് കാര്യാലയത്തിന് മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധവും അരങ്ങേറി. കേരള കോൺഗ്രസിന്റേത് കൊടിയ വഞ്ചനയാണെന്നും സംഭവം KM മാണിയുടെയും ജോസ് കെ മാണിയുടെയും മാത്രം തീരുമാനമാണെന്നും കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. അതേസമയം വഞ്ചനയ്ക്ക് തുടക്കമിട്ടത് കോൺഗ്രസ് ആണെന്നും നടപ്പിലാക്കിയത് ചരൽക്കുന്ന് സമ്മേളനത്തെ തീരുമാനം മാത്രമാണെന്നും കേരള കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു. പാർട്ടി നിർദ്ദേശം നൽകുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മെമ്പർമാർ ഒറ്റക്കെട്ടായി ഇതിന്റെ പല വശങ്ങൾ കൂടി ചിന്തിച്ചതിന് ശേഷമാണ് ഈ തീരുമാനം എടുത്തിട്ടുള്ളത്. അത് മാത്രമല്ല, ഏറ്റവും ഇവിടെ സുഭാഷൻ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും വലിയ പ്രശ്നമുണ്ടായിരുന്നത് ഇത് DCC യോഗത്തിൽ കേരള കോൺഗ്രസ് പാർട്ടിയെ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ ഉണ്ടാകുകയും ഞങ്ങളെ അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കി. റിപ്പോർട്ടർ കോട്ടയം. ചർച്ചയിലേക്ക് ശ്രീ പന്തളം സുധാകരൻ, ശ്രീ രാജു എബ്രഹാം, ശ്രീ KC ജോസഫ് തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആദ്യം ശ്രീ പന്തളം സുധാകരൻ, ഒന്ന്, കേരള കോൺഗ്രസ് മാണി വിഭാഗം UDFന്റെ ഘടകകക്ഷിയല്ല. അവർ ചരൽക്കുന്നിൽ അവരുടെ പാർട്ടിയുടെ ആലോചനാ യോഗം ചേർന്ന് ഒരു രാഷ്ട്രീയ തീരുമാനമെടുത്ത് ഞങ്ങൾ ഇനി ഒരു മുന്നണിയിലുമില്ല എന്ന് തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ തീരുമാനിച്ച ഒരു പാർട്ടിയെ സംബന്ധിച്ച് അവർക്കിഷ്ടമുള്ള നിലപാടുകൾ എടുക്കാമല്ലോ തരാതരം പോലെ, സാഹചര്യങ്ങൾ അനുസരിച്ച്. അതിനെ രാഷ്ട്രീയ വഞ്ചന എന്ന് ആക്ഷേപിക്കാൻ എന്തുണ്ട്? ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ആർക്കും തരാതരം പോലെ തീരുമാനമെടുക്കാം. പക്ഷെ അതിനൊരു മാന്യതയുണ്ട്. തരാതരം പോലെ തീരുമാനമെടുക്കുന്ന നാട്ടുഭാഷയെ പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പണ്ട് പറയാറുള്ളത് പിതൃശൂന്യമായ ഒരു ഇടപെടൽ തന്നെയാണ്. ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ ആലോചിക്കേണ്ടത്, ഞങ്ങളുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ശ്രീ ജോഷി ഫിലിപ്പ് രാജിവെച്ചത്
അദ്ദേഹം DCC അധ്യക്ഷനായതിനെ തുടർന്നാണ്. അതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് വരുമെന്നും പുതിയ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വരുമെന്നും എല്ലാവർക്കും അറിയാം. അന്ന് ഞാൻ മനസ്സിലാക്കുന്ന ബഹുമാനപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള മാണി സാർ ഉൾപ്പെടെയുള്ളവരുമായി ആശയവിനിമയം നടത്തി പ്രാദേശിക തലത്തിൽ സംസ്ഥാന തലത്തിൽ തന്നെ ആശയവിനിമയം നടത്തി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തീർച്ചയായും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാം എന്നുള്ള ഒരു റിട്ടേൺ എഗ്രിമെന്റ് ഉണ്ടാക്കിയതിന് ശേഷം ഇന്ന് രാവിലെ പോയി ഞങ്ങളുടെ അന്തസ്സ് അല്ലെങ്കിൽ ഞങ്ങളുടെ വ്യക്തിത്വം നിലനിർത്തുന്നു, കോൺഗ്രസിനെ പാഠം പഠിപ്പിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വോട്ട് ചെയ്ത് പരാജയപ്പെടുത്തിയത് സത്യം പറഞ്ഞ ഒരു രാഷ്ട്രീയ നെറികേട് എന്നതിനേക്കാൾ വഞ്ചനയാണെന്ന് കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ വഞ്ചനയ്ക്ക് തീർച്ചയായും കേരളത്തിലെ ജനങ്ങൾ ചുട്ട മറുപടി കൊടുക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അല്ലാതെ ഘടകക്ഷി എന്നുള്ള നിലയിൽ മാണി സാർ മാറി നിൽക്കുന്നു. അതേ മാണി സാർ തന്നെയുള്ള ബഹുമാനപ്പെട്ട ശ്രീ കുഞ്ഞാലിക്കുട്ടിക്ക് വോട്ട് ചെയ്യാൻ മലപ്പുറത്ത് തയ്യാറായി. അത് സ്വാഗതം ശ്രീ പന്തളം സുധാകരൻ, അത് PK കുഞ്ഞാലിക്കുട്ടിക്ക് ഞാൻ വ്യക്തിപരമായി കൊടുക്കുന്ന പിന്തുണയാണ്, UDFന് രാഷ്ട്രീയമായി കൊടുക്കുന്ന പിന്തുണയല്ല എന്ന് കെ മാണി വ്യക്തമാക്കിയിരുന്നു. അന്ന് തന്നെ UDFുമായി യോജിക്കുകയാണ് എന്ന ഒരു സൂചനയും അദ്ദേഹം നൽകിയിരുന്നില്ല. എന്ന് മാത്രമല്ല, അവിടെ കോട്ടയം ജില്ലയിൽ തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രാദേശിക നേതൃത്വങ്ങൾ അവരുടെ സൗകര്യത്തിനനുസരിച്ച് നിലപാടെടുക്കുന്നുണ്ട്. ഉദാഹരണത്തിന് കെ മാണി തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ മൂന്നിലവ് പഞ്ചായത്തിൽ അവിടെ കേരള കോൺഗ്രസിന്റെ വൈസ് ചെയർമാനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത് കോൺഗ്രസ് ആണെന്ന് പാസ്സാവുകയും ചെയ്തു. അത് കെ മാണി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പിന്നെ ഈ സർവീസ് സഹകരണ സംഘങ്ങളുടെയും ബാങ്കുകളുടെയും ഒക്കെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും കേരള കോൺഗ്രസും അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് പോരടിക്കുകയാണ്. ഇവിടെ കൃത്യമായി കെ മാണിയുടെ വാക്കുകൾ ഉപയോഗിച്ച് പറഞ്ഞാൽ ഒരവസരം വന്നപ്പോൾ അത് ഉപയോഗിച്ചു. രാഷ്ട്രീയത്തിൽ ഒരു അവസരം വരുമ്പോൾ അത് ഉപയോഗിക്കാതിരിക്കണോ? തീർച്ചയായിട്ടും ഒരു അവസരം വന്നു. ആ അവസരത്തിൽ പിന്നിൽ നിന്ന് കുത്തി എന്നുള്ളതാണ് ഈ അവസരം വിനിയോഗിച്ചത്. മാത്രമല്ല, ശ്രീ കുഞ്ഞാലിക്കുട്ടിക്ക് വോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ശ്രീ PK കുഞ്ഞാലിക്കുട്ടി UDF സ്ഥാനാർത്ഥിയാണ്. ആ UDF സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDFന് വോട്ട് ചെയ്തു എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. അത് പോകട്ടെ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. കോട്ടയത്ത് ഒരു ഞാൻ പറഞ്ഞ പോലെ ആശയവിനിമയം നടത്തി തയ്യാറാക്കിയ ഒരു റിട്ടേൺ എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ ഒരു തെരഞ്ഞെടുപ്പിനെ സമീപിക്കുമ്പോൾ ആ ലാസ്റ്റ് മിനിറ്റിൽ ഉണ്ടാകുന്ന ഈ തിരിമറി വഞ്ചനയാണ് എന്ന് പറഞ്ഞത് സംശയമില്ല. മാത്രമല്ല, ഇത് ജനങ്ങൾക്കറിയാം. ഇതിപ്പോ പ്രിയപ്പെട്ട ശ്രീ ജോസ് കെ മാണിയുടെ ഒരു അജണ്ടയായിരിക്കാം, അല്ലെ മാണി സാറിന്റെ അജണ്ടയായിരിക്കും. ജോർജ് കെ മാണി വിശദീകരിക്കുന്നത് ഇത് എന്റെയോ ജോസ് കെ മാണിയുടെയോ നിർദ്ദേശാനുസരണം നടന്ന ഒന്നല്ല, മറിച്ച് കോട്ടയത്തെ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ തീരുമാനിച്ച ഒന്നാണ്. പക്ഷേ ആ തീരുമാനം ശരിയാണ് എന്നുള്ള നിലയിൽ ഞങ്ങൾ അതിനെ ഓൺ ചെയ്യുന്നു. മുൻകൂട്ടി ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നില്ല, മുൻകൂട്ടി ഒരു കൂടിയാലോചനയും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. താങ്കൾ അത് വിശ്വസിക്കുന്നുണ്ടോ? അത് വിശ്വസിക്കാൻ നമ്മളങ്ങനെ കേരളത്തിലല്ലേ ജനിച്ചത്? മാണിയെപ്പോൾ ഇത്തരം മാണിയുടെ മകനും നെറിവ് കെട്ടവന്മാരല്ലേ? ആ മൂന്നില് പഞ്ചായത്തിലെ പറ അയക്കെന്താ കാര്യം? അവിടെ മൂന്നില് പഞ്ചായത്ത് ഇലക്ഷൻ വന്നപ്പോൾ കോൺഗ്രസ് ജയിച്ചിരുന്ന സീറ്റിലേക്ക് മാണി ആളെ നിർത്തി. മനസ്സിലായില്ലേ? മാണി ആളെ നിർത്തി CPMന് അവിടെ രണ്ടാം സ്ഥാനത്ത് CPMന് 10-30 വോട്ട് മുഴുവൻ വോട്ട് കൂടെ മേടിച്ചു. എന്നിട്ട് അയാളെ ജയിച്ചവിടെ. ആ ജയിച്ചത് പ്രതിഷേധിച്ച് കോൺഗ്രസിന്റെ മെമ്പർമാർ മാണിയുടെ വൈസ് ചെയർമാൻ അവിശ്വാസം കൊണ്ട് താഴെ കളഞ്ഞു. അതിനെന്താ സംഭവിച്ചത്? കോൺഗ്രസ് പാർട്ടി വളരെ ശക്തമായി ഇടപെടുകയും ആ 3 മെമ്പർമാരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. അവർക്ക് ഒളിച്ചു വെച്ചുകൊണ്ട് മാണി ഈ വർത്തമാനം പറഞ്ഞ ന്യായം വേണ്ടേ? എന്ത് ന്യായം? മാണി കാണിച്ചത് നെറിവുകേടാണ്. ഒരു കേരള രാഷ്ട്രീയത്തിൽ നെറിവ് കെട്ടവനുണ്ടോ? എന്നൊരു വർത്തമാനം പറയുന്നുണ്ട്. ഇവിടെ എന്താ സംഭവം? ഇത് മാണി മാത്രം ചെയ്തതൊന്നുമല്ല. മാണി നല്ല കാൽക്കുലേറ്ററാണ്. മാണിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഇടതുപക്ഷ ജനാധിപത്യത്തിന് ചില പ്രശ്നങ്ങളുണ്ട്. CPIയെ സംബന്ധിച്ചിടത്തോളം CPIക്ക് മാണിയായിട്ട് ചോദിക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് മാണിയെ CPM സ്വീകരിക്കുന്നത്? ഇവിടെ CPMന്റെ ജില്ലാ ഓഫീസ് ചാർജ് ജില്ലാ ഭാരവാഹിയായിട്ടുള്ള സാനുവും സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ചെയ്തു. എന്താണെന്നറിയാമോ? 91 നിന്ന് 19 ഏതാ CPIയുടെ MLA പോയിട്ട് 72. ഏതാ മാണിയുടെ CPMന്റെ പാർട്ടി ജില്ലാ ഓഫീസിലെ സ്റ്റാഫാണ് സാനുവും ഇത് പോസ്റ്റ് ചെയ്തത്. അതിന്റെ അർത്ഥം എന്താ? CPI ഒഴിവാക്കണം. CPI ഒഴിവാക്കണമെങ്കിൽ മാണിയെ കൂടെ കിട്ടുകയാണെങ്കിൽ 6 കൂടെ കിട്ടൂല്ലോ എന്നാണ് മാണി CPM വിചാരിച്ചത്. CPM വെള്ളത്തിലായി എന്ന് മാത്രമല്ല, മാണിയുടെ കൂടത്തി മാണിയുടെ ആ ശരീരം കൊണ്ട് നടക്കുന്ന ചെറുക്കനും അല്ലാതെ വേറെ ആരും ഇല്ല. ശരി, അതാണ് താങ്കളുടെ നിരീക്ഷണം. ഞാൻ മടങ്ങിയെത്താം. ശ്രീ രാജു എബ്രഹാം, നിങ്ങൾ പ്രതിപക്ഷത്തിരുന്ന സമയത്ത് ഏറ്റവും അധികം ആക്രമിച്ചിട്ടുള്ളത്, ഏറ്റവും വലിയ രാഷ്ട്രീയ പോരാട്ടം നടത്തിയിട്ടുള്ളത്, നിയമസഭയെ പോലും വേദിയാക്കി രാഷ്ട്രീയ പോരാട്ടം നടത്തിയിട്ടുള്ളത് KM മാണിക്കെതിരെയാണ്.
ആ KM മാണിയെ ചുവപ്പ് പരവതാനി വിരിച്ച് AKG സെന്ററിലേക്ക് ആനയിച്ചാൽ എത്ര വലിയ അവമതിപ്പ് പൊതുസമൂഹത്തിൽ ഉണ്ടാകും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ആയാറാം ഗയാറാം രാഷ്ട്രീയം ഉത്തരേന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. അത് കേരളത്തിലേക്ക് ഇത്ര പെട്ടെന്ന്, ഒരുപക്ഷെ കുറേ കാലം കാത്തിരുന്ന് KM മാണി പിന്നെ LDF വരിക എന്നുള്ളത് മനസ്സിലാക്കാം. ഇത്ര പെട്ടെന്ന് LDF KM മാണി വരികയാണ് എങ്കിൽ അത് വലിയ അവമതിപ്പ് ഉണ്ടാക്കുമെന്ന തിരിച്ചറിവ് ഇടതുപക്ഷത്തിനില്ലേ? KM മാണിയുമായി ഇടതുമുന്നണിയിലോ അല്ല CPM ചർച്ച നടത്തിയിട്ടില്ല. KM മാണിയുമായി എന്തെങ്കിലും രാഷ്ട്രീയ ധാരണയുണ്ടാക്കാൻ CPM ആലോചിച്ചിട്ടേയില്ല. KM മാണിയുമായി ഒരു മുന്നണി ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ആ നിലയിൽ പോകാൻ ഒരു ധാരണയുണ്ടായിട്ടില്ല. ഇവിടെ ഇത് തന്നെയാണ് കോട്ടയത്തും സംഭവിച്ചിട്ടുള്ളത്. കോട്ടയത്ത് KM മാണിയുമായിട്ടോ അല്ലെങ്കിൽ ജോസ് കെ മാണിയുമായിട്ടോ ഒന്നും ഒരു ചർച്ച അവിടെ CPM നടത്തിയിട്ട് ഇല്ല. അവിടെ കേരള കോൺഗ്രസിൻ്റെ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ അവർ പ്രാദേശികമായി അവർക്കുണ്ടായിരുന്ന കോൺഗ്രസ് മുന്നണിയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ പ്രശ്നത്തിൽ അവർ ഒരു നിലപാട് സ്വീകരിച്ചു. CPM ആ അംഗങ്ങളെ സപ്പോർട്ട് ചെയ്തു. അത്രമാത്രമേ ഉള്ളൂ. അതല്ലാതെ അതൊരു ശാശ്വതമായ രാഷ്ട്രീയ മുന്നണിയാണെന്നോ ഒന്നും പറയാൻ പറ്റില്ല. കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലും, കാരണം കേരള കോൺഗ്രസ് ഒരു സ്വതന്ത്ര നിലപാടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ആ അംഗങ്ങൾ അതിൽ പല ഇവർ തമ്മിൽ സുഹൃത്തുക്കളാണ്. അവരൊക്കെ ഏതെങ്കിലും ആരോപണ വിധേയമായിട്ടുള്ള ആളുകളാണ് എന്ന് ആർക്കും പറയാൻ കഴിയത്തില്ല. ജില്ലാ പഞ്ചായത്തിലെ പ്രസിഡന്റായിട്ടുള്ള ആളുകൾ അദ്ദേഹം ഒരു അഴിമതിക്കാരനാണെന്ന് ഞങ്ങൾ പറയുന്നിട്ടില്ല. ആ കൂടെയുള്ള ആളുകൾ, അപ്പോൾ അത്തരക്കാരുമായിട്ടൊന്നും അവിടുത്തെ ഞങ്ങളുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. അപ്പോൾ കോൺഗ്രസിനെതിരായിട്ടും BJPക്കെതിരായിട്ടും ഒരു നിലപാട് സ്വീകരിക്കുന്ന വ്യക്തികൾ, ആ വ്യക്തികൾ എന്ന നിലയ്ക്ക് മാത്രമേ കോട്ടയം ജില്ലാ പഞ്ചായത്തിലെ അംഗങ്ങളെ കണ്ടിട്ടുള്ളൂ. അത് മാത്രമേ അതിനെ തുടർന്നുണ്ടായ ഒരു വോട്ടിംഗ് എന്ന് മാത്രം ഇതിനെ കണക്കാക്കിയാൽ മതി. അതെ, ഇപ്പോൾ അങ്ങനെ കണക്കാക്കിയാൽ മതി. അത് ശാശ്വതമായ ഒരു രാഷ്ട്രീയ ബന്ധമാകുമോ എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ശ്രീ ജേക്കബ് ജോർജ്, എന്താണ് ഇതിന്റെ പരിണിത ഫലം എന്നുള്ളതാണ് കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് UDF കൊടുക്കാനേ ഉദ്ദേശിച്ചിരുന്നുള്ളൂ KM മാണി എങ്കിൽ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ പിടിവിട്ട് പോയി കഴിഞ്ഞില്ലേ? KM മാണിയെ മാണി സാർ എന്ന് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഒക്കെ സംബോധന ചെയ്യുന്നതാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അതാണ് ശീലം എങ്കിൽ ഇന്ന് KM മാണി എന്ന് കർക്കശമായ ഭാഷയിൽ ഇതേ നേതാക്കൾ, കോൺഗ്രസിലെ അതിനേക്കാളും ജൂനിയർ ആയിട്ടുള്ള നേതാക്കളും പറയുന്നത് നമ്മൾ കേട്ടു. ഇത് പൊറുക്കില്ല കോൺഗ്രസ് പ്രവർത്തകർ എന്ന് അസന്നിഗ്ധമായി രമേശ് ചെന്നിത്തല പറയുന്നത് കേട്ടു. UDF വാതിൽ അങ്ങനെ തുറന്നിട്ടിരിക്കുകയല്ല, രാവിലെയും വൈകിട്ടും കയറുകയും ഇറങ്ങുകയും ചെയ്യാൻ എന്ന് പറയുന്നത് നമ്മൾ കേട്ടു. ഈ സംഭവം KM മാണി ഉദ്ദേശിച്ചതിലും അപ്പുറത്തായി പോയോ? KM മാണിക്ക് മുൻപിൽ UDF വാതിലുകൾ അടയ്ക്കപ്പെട്ട് കഴിഞ്ഞോ? ഈ വളയത്തിൽ കൂടെ ചാടി ചാടി വളയമില്ലാതെ ചാടുക എന്ന് കേട്ടിട്ടുണ്ടല്ലോ, അതേപോലെ ആയിപ്പോയി KM മാണിയുടെ ചാട്ടം എന്നെനിക്ക് തോന്നുന്നു. എത്രയോ വർഷങ്ങളായി, അരനൂറ്റാണ്ടിലേറെ കാലമായി കേരള രാഷ്ട്രീയത്തിൽ സ്വന്തമായ തന്ത്രങ്ങളും സ്വന്തമായ കുതന്ത്രങ്ങളും ഒക്കെ മെനഞ്ഞ് രാഷ്ട്രീയത്തിൽ ഇങ്ങനെ ഒരു ഉച്ച സ്ഥായിയിൽ നിൽക്കാൻ ശേഷിയുള്ള KM മാണി, എനിക്കൊന്നും മാണിയുടെ ഇന്നത്തെ കളി ആകെ പൊളിഞ്ഞുപോയി എന്നാണ്. കാരണം ഇന്ന് ഉമ്മൻചാണ്ടിയുടെ പ്രസ്താവന അപേക്ഷിച്ച് ചൂണ്ടിക്കാണിച്ചതുപോലെ, പക്ഷേ ഉമ്മൻചാണ്ടി ആ പ്രസ്താവന നടത്തുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നത് മാണി ഗ്രൂപ്പിലെ MLA-മാരുമായിട്ട് സംസാരിച്ചിരുന്നു എന്നാണ്. ആ സംസാരത്തിന് ശേഷമാണ് മാണി ഗ്രൂപ്പ് ശക്തമായിട്ട് മാണിക്കെതിരെ പറയാൻ തുനിഞ്ഞത്. അതായത് ഇനി UDF ഉണ്ടാവുക മാണിയും ജോസ് കെ മാണിയും ഇല്ലാത്ത കേരള കോൺഗ്രസ് ആയിരിക്കും എന്ന് തന്നെയാണ് ഉദ്ദേശം. ആ മനസ്സിലിരിപ്പ് അത് തന്നെയാണ്. അതിനുവേണ്ടിയുള്ള എഞ്ചിനീയറിംഗ് ആയിരിക്കും ഇപ്പോൾ നടക്കുന്നത്. സ്വാഭാവികമായിട്ടും കേരള കോൺഗ്രസിന് ഇന്നത്തെ തീരുമാനം ഒട്ടും ഗുണകരമല്ല എന്ന് തന്നെ വ്യാഖ്യാനിക്കാം. യൂത്ത് ഫ്രണ്ട് M സംസ്ഥാന പ്രസിഡന്റ് സജി മഞ്ഞക്കടമ്പൻ ടെലിഫോണിൽ. ശ്രീ സജി മഞ്ഞക്കടമ്പൻ, കേരള കോൺഗ്രസ് ജോസ് കെ മാണിയും KM മാണിയും മാത്രമുള്ള ഒരു പാർട്ടിയായി മാറുകയാണോ? ഇപ്പോഴത്തെ നിലയിൽ ഈ നീക്കത്തെ ഒരൊറ്റ MLA-യും പിന്തുണച്ചില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അത് എനിക്കറിയില്ല. ഏതായാലും കേരള കോൺഗ്രസ് പാർട്ടിയുടെ നേതാവ് ബഹുമാനപ്പെട്ട KM മാണി സാർ പാർട്ടി ചെയർമാനും വർക്കിംഗ് ചെയർമാൻ PJ ജോസഫ് സാറും ചേർന്ന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയാണ്. ആ പാർട്ടി അതേ രൂപത്തിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്, നാളെയും നിൽക്കും. അതിലൊന്നും ആരും സംശയിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഇവിടെ ഈ സംഭവിച്ചിരിക്കുന്ന വിഷയം പറഞ്ഞല്ലോ, ഇവിടെ ഇന്ന് എന്താ ചരൽക്കുന്ന് ക്യാമ്പിൽ ഞങ്ങളുടെ പാർട്ടി തീരുമാനമെടുത്തപ്പോൾ പാർട്ടി ചെയർമാൻ ശ്രീ KM മാണി സാർ പ്രഖ്യാപിക്കുകയുണ്ടായി, കേരള കോൺഗ്രസ് സൗന്ദര്യമുള്ള ഒരു സ്ത്രീയാണെങ്കിൽ ആ സ്ത്രീയെ തേടി ആളുകൾ വരും.
അത് തന്നെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ അല്ല, സൗന്ദര്യമുള്ള സ്ത്രീയെ തേടി ആരും വരും. സദാചാര പ്രശ്നം അതിപ്പോൾ വ്യക്തി ജീവിതത്തിലായാലും രാഷ്ട്രീയ ജീവിതത്തിലായാലും, അതായത് പാർട്ടികളെ കണക്കിലെടുത്താലും ഉണ്ടാകും. ശ്രീ സജി മഞ്ഞക്കടമ്പൻ, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാം എന്ന് 2 ആഴ്ച മുൻപ് ഒരുമിച്ചിരുന്ന് തീരുമാനിച്ചു. അതിനുശേഷം മാത്രം ജോഷി ഫിലിപ്പ് രാജിവെക്കുന്നു. നിങ്ങൾ രേഖാമൂലം എഴുതി കൊടുത്തതിന് ശേഷം ഒരാൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെച്ചതിന് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ അരക്കഴഞ്ച് ധാർമ്മികതയെങ്കിലും വേണ്ടേ? അറിയാം, ധാർമ്മികത ഇവിടെ കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ മാത്രം പോരല്ലോ, മൂന്നിലവ് പഞ്ചായത്തിലും വേണ്ടായിരുന്നോ? മൂന്നിലവ് പഞ്ചായത്തിന്റെ ചെറുതാണോ? മൂന്നിലവ് പഞ്ചായത്തിൽ നിങ്ങൾ നോക്കണം, കേരള കോൺഗ്രസ് എമ്മിന്റെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെ അവിശ്വാസത്തിലൂടെ കോൺഗ്രസ് കൂടി ചേർന്ന് CPM-ഉമായിട്ട് ചേർന്ന് പുറത്താക്കി കഴിഞ്ഞപ്പോൾ കേരള കോൺഗ്രസ് പാർട്ടി നേതൃത്വമായി സംസാരിച്ചപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വം പറഞ്ഞ് തെറ്റുപറ്റിപ്പോയി തിരുത്താം. അടുത്ത ഉപതെരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് എമ്മിന്റെ ജോയി അമ്മിയാനിക്കലിനെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെയും എഗ്രിമെന്റ് ഉണ്ടാക്കിയിരുന്നു. ആ എഗ്രിമെന്റ് ഞങ്ങളുടെ കയ്യിലുമുണ്ട്. ആ എഗ്രിമെന്റ് വയലേറ്റ് ചെയ്തു. അവിടെ CPM-ന്റെ സ്ഥാനാർത്ഥിയെ അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റിനെ അവിടെ വിജയിപ്പിച്ചു കോൺഗ്രസ് പാർട്ടി. 2 പറയട്ടെ, അന്ന് ഞങ്ങൾ കേരള കോൺഗ്രസിന്റെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ജോഷി ഫിലിപ്പ് രാജിവെച്ച് കേരള കോൺഗ്രസിന്റെ അല്ലെങ്കിൽ വോട്ട് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു കാര്യം കൂടി പറഞ്ഞിരുന്നു. എഗ്രിമെന്റ് ഞങ്ങൾ അവർക്ക് ചെയ്യാമെന്ന് പറഞ്ഞത് എന്താ? മൂന്നിലവിലെ വിഷയം കൂടി ഇതോടൊപ്പം പരിഹരിക്കണം. മൂന്നിലവ് മാത്രമല്ല, പാലാ മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ പ്രസിഡന്റ് സ്ഥാനം കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രതിനിധി അതിന്റെ പ്രസിഡന്റ് ആകേണ്ട മാസങ്ങൾ കഴിഞ്ഞു. ഇപ്പോ ഒരു മാർക്കറ്റിംഗ് സൊസൈറ്റിയുടെ പ്രസിഡന്റ് സ്ഥാനവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനവും തമ്മിലൊന്നും താരതമ്യമില്ലല്ലോ ശ്രീ സജി മഞ്ഞക്കടമ്പൻ. ഇവിടെ ശരി, നിങ്ങൾക്ക് കോൺഗ്രസുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നുവെങ്കിൽ ആ നിലക്കുള്ള ഒരു അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിക്കുകയും 2ആയി തീരുകയും ഒക്കെ ചെയ്യുക സ്വാഭാവികമാണ്. പക്ഷേ ഇത് അങ്ങനെയല്ല ഉണ്ടായിട്ടുള്ളത്. ഒരു ഉറപ്പ് നൽകിയതിന് ശേഷം അതിൻ്റെ ഏറ്റവും അവസാന നിമിഷങ്ങളിൽ, അതായത് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നതിൻ്റെ തലേ ദിവസം മാത്രം ഇങ്ങനെ ഒരു നിലപാട് കൈക്കൊള്ളുകയും അക്ഷരാർത്ഥത്തിൽ വിശ്വാസവഞ്ചന നടത്തുകയും ചെയ്തതുകൊണ്ടാണ് കോൺഗ്രസിന് ആഴത്തിൽ മുറിവേറ്റ് പോയത്. ഇത്രയും ഉദ്ദേശിച്ചിട്ടുണ്ടാകില്ല കേരള കോൺഗ്രസിനെ ഒന്ന് അലോസരപ്പെടുത്താനേ ഉദ്ദേശിച്ചിട്ടുണ്ടാകുള്ളൂ. പക്ഷേ അത് കൈവിട്ടുപോയി എന്ന ബോധ്യം ഇപ്പോഴില്ലേ? ഇല്ല, ഒരിക്കലുമല്ല. ഇത് പ്രാദേശിക തലത്തിൽ നമ്മുടെ കോട്ടയം ജില്ലയിലെ DCC നേതൃത്വത്തിന്റെ ഒരുപക്ഷെ പിടിപ്പുകേട് കൊണ്ടുണ്ടായതാണെന്ന് ഞാൻ പറയാം. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ DCC പ്രസിഡന്റ്, മുന്നേ DCC പ്രസിഡന്റ് ഉണ്ടായിരുന്ന ടോമി കല്ലാരി, ഇവര് ഗ്രൂപ്പ് വിഷയത്തിന്റെ പേര് ടോമി കല്ലാരിയെ മാറ്റി പുതിയ പ്രസിഡന്റ് വന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ആളെ പഠിച്ച് DCC പ്രസിഡന്റ് ആക്കി. എന്തിനാക്കിയതാ? അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലാത്ത ഒരാളെ പഠിച്ച് DCC പ്രസിഡന്റ് ആക്കാൻ മേലായിരുന്നോ? ആക്കാതെ ഇവർ ഗ്രൂപ്പ് കളിച്ച് ആ ഗ്രൂപ്പിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ DCC പ്രസിഡന്റ് മാറേണ്ടി സാഹചര്യം വന്നപ്പോൾ എന്താ ഉണ്ടായത്? ഇവിടെ കേരള കോൺഗ്രസ് ഇവിടുന്ന് ഒറ്റയ്ക്ക് നിൽക്കുന്ന സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് വന്നു. അല്ല, അത് ആര് DCC പ്രസിഡന്റ് ആകണമെന്നൊക്കെ ഉള്ളത് കോൺഗ്രസിന്റെ കാര്യമല്ലേ ശ്രീ സജി മഞ്ഞക്കടമ്പൻ? ഇവിടെ നിങ്ങൾ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കുക, അത് വയലേറ്റ് ചെയ്യുക എന്നുള്ള കാര്യം ഇവിടെ നടന്നിരിക്കുന്നു. വിശ്വാസവഞ്ചന നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. ഇപ്പോഴത്തെ ഈ ലൈനിനോട് അനുകൂലമായി പ്രതികരിക്കാൻ കേരള കോൺഗ്രസിന്റെ നേതാക്കളിൽ ബഹുഭൂരിപക്ഷം പേരും തയ്യാറാകുന്നില്ല. ഒരൊറ്റ MLA തയ്യാറാകുന്നില്ല, പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ തയ്യാറാകുന്നില്ല എന്നുള്ളത് കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് ഒട്ടും ബുദ്ധിമുട്ട് നൽകുന്നില്ലേ? ഒരൊറ്റ MLA പഴയ PJ ജോസഫ് വിഭാഗത്തിലെ MLA-മാരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. CF തോമസ് അടക്കം ഒരൊറ്റ MLA എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ 100% KM മാണിയും ജോസ് കെ മാണിയും പ്രകടിപ്പിക്കുന്ന വികാരത്തോടൊപ്പം നിൽക്കാത്തത്? എന്തുകൊണ്ടാണ് KM മാണിക്ക് ആവർത്തിച്ച് മാധ്യമങ്ങളെ കാണേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ് ഒരൊറ്റ സീനിയർ നേതാവ് പാർട്ടി ചെയ്ത കാര്യത്തെ ഡിഫെൻഡ് ചെയ്യാൻ ഒരു ടെലിവിഷൻ ചാനലിന് മുമ്പിൽ പോലും വരാത്തത്? ഞാൻ ചോദിക്കട്ടെ, അതിന് നിങ്ങളെ ചാനലുകാർ പാർട്ടി നേതാക്കന്മാരുടെ അടുത്ത് സമീപിച്ചാൽ അവര് പ്രതികരിക്കും, ഞാൻ സംശയമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതിപ്പോ എന്നെ വിളിച്ചപ്പോൾ എനിക്ക് സ്വാഭാവിക യൂത്ത് സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് പറയാനുള്ള കാര്യം ഇതാണ്. ഇവിടെ കേരള കോൺഗ്രസ് പാർട്ടി ആരെയും വഞ്ചിച്ചിട്ടില്ല. ഇവിടെ എന്താ ഉണ്ടായത്? ഇവിടെ എഗ്രിമെന്റ് വയലേഷൻ 2 ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. മൂന്നിലയിൽ വയലേഷൻ ഉണ്ടായി, ഇവിടെ കോട്ടയത്തുണ്ടായത് എന്താ? പ്രാദേശികമായി കോട്ടയം DCC-യുടെ ഭാഗത്തുനിന്നുണ്ടായ ചില പിടിപ്പുകേടിന്റെ ഭാഗമായിട്ട് ഉണ്ടായതാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ കേരള കോൺഗ്രസ് പാർട്ടി ഏകണ്ഠമായിട്ടുള്ള തീരുമാനമല്ല. കേരള കോൺഗ്രസ് പാർട്ടി ഇതുകൊണ്ട് LDF-ലേക്ക് ചേരുമെന്ന് പറഞ്ഞോ? ഇല്ല. കേരള കോൺഗ്രസ് പാർട്ടി LDF ചേരാൻ വേണ്ടി അപേക്ഷ കൊടുത്തോ? ഇല്ല. ശരി, അതാണ് അതിൽ വിശദീകരിക്കാനുള്ളത്. ശ്രീ പന്തളം സുധാകരൻ, അങ്ങനെ അത്രയും ആഴത്തിൽ മുറിവേൽപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നിപ്പോൾ കേരള കോൺഗ്രസ് നേതാക്കൾ സംസാരിക്കുമ്പോൾ തോന്നിപ്പോകുന്നു. UDF-ന്റെ വാതിൽ KM മാണിക്ക് മുൻപിൽ കൊട്ടി അടയ്ക്കപ്പെട്ട് കഴിഞ്ഞു. ഇന്ന് വളരെ ഹാർഷായ വാക്കുകളിൽ UDF-ലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും അടക്കമുള്ളവർ പ്രതികരിക്കുകയുണ്ടായി. അത് കൃത്യമായി ഇനി ഇങ്ങോട്ട് വരണ്ട എന്നതിൻ്റെ സിഗ്നലാണോ? എന്താ ഇത്ര സംശയം?
മാത്രമല്ല ഇവിടെ എൻ്റെ സുഹൃത്ത് പറഞ്ഞല്ലോ അവിടെ കോൺഗ്രസിന്റെ ഗ്രൂപ്പിന്റെ പേരിൽ അവിടെ DCC പ്രസിഡന്റെ മാറ്റിയതെന്നൊക്കെ. അതൊക്കെ ഞങ്ങൾ 14 ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റന്മാരെയും പുതുതായി തീരുമാനിച്ചപ്പോൾ ആ തീരുമാനത്തിന്റെ ഭാഗമായി അവിടുത്തെ ഒരു സീനിയർ നേതാവ് എന്നുള്ള നിലയിലാണ് ശ്രീ ജോഷി ഫിലിപ്പ് വന്നത്. അതിനുശേഷം ഈ തെരഞ്ഞെടുപ്പ് വരും എന്ന് കണ്ടുകൊണ്ട് ആ ജില്ലയിലെ എല്ലാ പ്രമുഖ കേരള കോൺഗ്രസ് നേതാക്കന്മാരുമായി സംസ്ഥാന കോൺഗ്രസിന്റെ നേതാക്കൾ, പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവർ ചർച്ച ചെയ്ത്, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, വീണ്ടും ആവർത്തിക്കുന്നു, റിട്ടേൺ എഗ്രിമെന്റിന്റെ പുറത്താണല്ലോ ഈ തെരഞ്ഞെടുപ്പിലേക്ക് വന്നത്. ഏറ്റവും ഒടുവിൽ നടത്തിയത് ഈ നാടകീയമായ ഇത് സത്യം പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു, മലയാളത്തിലെ എല്ലാ മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിച്ചാലും അത് അധികമാകില്ല എന്നുള്ളതാണ്. ഇതിന്റെ സത്യം എന്താണെന്ന് ചോദിച്ചാൽ ഈ കഴിഞ്ഞ UDF സർക്കാരിന്റെ 5 വർഷക്കാലത്ത് ഞങ്ങൾ എന്തുമാത്രം അദ്ദേഹത്തെ ചുമന്നതാണ്. ഈ UDF സർക്കാരിന് എല്ലാ പ്രവർത്തനങ്ങൾക്കും മങ്ങലേൽപ്പിച്ച കോഴ കേസുകൾ, അഴിമതി കേസുകൾ, ബഹുമാനപ്പെട്ട ശ്രീ രാജു എബ്രഹാം ഉൾപ്പെടെയുള്ളവർ നിയമസഭയ്ക്കുള്ളിൽ അത് തകർത്ത് ആടിക്കൊണ്ടിരുന്ന സന്ദർഭത്തിൽ നമുക്കറിയാലോ, ബജറ്റ് പോലും അവതരിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യം ഈ രാജ്യത്ത്, ഈ നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കിയത് മാണി സാറിന് ഞങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി എടുത്ത നിലപാടിന്റെ പേരിലാണല്ലോ. ആ മാണി സാറിനെ ഇന്നിപ്പോൾ അല്ലെങ്കിൽ ആരെയെങ്കിലും അല്ലെങ്കിൽ ജോസ് കെ മാണിയുടെ പേരിലൊക്കെ ഇപ്പോഴും അഴിമതിയുടെ നിഴൽ നിൽക്കുന്നുണ്ട്. അതിൽ നിന്നും രക്ഷിക്കാൻ ഇപ്പോൾ കോൺഗ്രസിന് കഴിയില്ല, UDFന് കഴിയില്ല. കാരണം ഞങ്ങൾ പ്രതിപക്ഷത്താണ്. അപ്പോൾ ഭരണകക്ഷിയുടെ ഒരു സ്വാധീനം വേണം, ഭരണകക്ഷിയുടെ ഔദാര്യം വേണം. ആ അഴിമതി കേസുകളിൽ നിന്നും രക്ഷപ്പെടുന്നതിന് ഭരണകക്ഷികളുടെ ഔദാര്യത്തിന് വേണ്ടി CPയുമായിട്ടുള്ള രഹസ്യ ബാന്ധവമാണ് ഇവിടെ വന്നിരിക്കുന്നത്. മാത്രമല്ല CPMലെ തന്നെ LDFലെ തന്നെ മറ്റു ഘടകകക്ഷികളൊക്കെ എതിരായിട്ടല്ലേ പറഞ്ഞത്. ശ്രീ പന്ന്യൻ രവീന്ദ്രൻ കാസർഗോഡ് പറഞ്ഞത് എന്താ, ഞങ്ങൾക്ക് ഇതുമായിട്ടൊരു ബന്ധമല്ല, ഇത് ശരിയല്ല എന്ന് അവർ പറയാനുള്ള ഒരു ആത്മാർത്ഥത അവർ കാണിച്ചിട്ടുണ്ട്. CPM നേതാക്കന്മാരാരും അത് പ്രതികരിച്ചിട്ടില്ല. കാരണം അതിനവർക്ക് ലാഭമുണ്ട്. ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ കോട്ടയം പോലൊരു ജില്ലയിലെ പഞ്ചായത്ത് പ്രസിഡന്റ് അവർക്ക് കിട്ടി എന്നുള്ള ലാഭമുണ്ട്. അതിന്റെ പേരിൽ ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ശ്രീ ജോസ് കെ മാണിയും മാണി സാറും തന്നെയാണ്. അവരിപ്പോൾ മുങ്ങിയിരിക്കുന്നു എന്നാണ് PC ജോർജ് തന്നെ പറഞ്ഞിരിക്കുന്നത്. സത്യത്തിൽ അവർക്കൊരു ആത്മാർത്ഥത രാഷ്ട്രീയ നെറികേടല്ലായിരുന്നുവെങ്കിൽ കേരളത്തിലെ മാധ്യമങ്ങളോട് ഇതുപോലെ ചാനലിൽ വന്നിട്ട് തുറന്നു പറയണമായിരുന്നു. അതേസമയം ജോസ് കെ മാണി, ശ്രീ ജോസുമാൻ ഉൾപ്പെടെയുള്ള മോൻസ് ജോസഫ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ശക്തമായി പറഞ്ഞല്ലോ, ഞങ്ങളോട് ആരോടും ആലോചിക്കാതെ എടുത്ത ഒരു തീരുമാനമാണെന്ന്. ഇടുക്കി ജില്ലയെ പ്രതികരിക്കുന്ന ജനപ്രതിനിധികൾ പറഞ്ഞു, ഞങ്ങളോട് ആലോചിക്കാൻ എടുത്ത തീരുമാനമാണ് ഇത്. സത്യത്തിൽ പിണറായി വിജയനിൽ നിന്നും ചില ഔദാര്യം ലക്ഷ്യമിട്ട് നടത്തിയ ഒരു വ്യക്തിഗത അജണ്ടയാണ് ഇവിടെ നടപ്പിലാക്കിയിരിക്കുന്നത്. കോൺഗ്രസ് ഒരു തരത്തിലും ഇനി കെ എം മാണിയുമായി സഹകരിക്കേണ്ട എന്ന് തീരുമാനിച്ചു കഴിഞ്ഞു. LDFന്റെ കാര്യം നിങ്ങൾക്കറിയാമല്ലോ, അത്ര എളുപ്പമല്ല. നിങ്ങളെക്കാൾ മുൻപ് LDFൽ ചേക്കേറാൻ പോയ ആളുകളൊക്കെ ഇല്ലത്ത് നിന്ന് ഇറങ്ങുകയും ചെയ്തു. അമ്മാത്ത് ഒട്ട് എത്തിയിട്ടുമില്ല എന്ന അവസ്ഥയിൽ റോഡിൽ നിൽക്കുകയാണ്. DICക്കുണ്ടായ അനുഭവം അന്ന് കെ കരുണാകരൻ ഉണ്ടായിരുന്നു ആ പക്ഷത്തെ നിന്ന് ഓർക്കണം. എന്താണെന്ന് നമുക്കറിയാവുന്നതാണ്. ഇതുപോലെ ഇപ്പോൾ UDFന് വലിയ തോതിൽ പ്രയാസം ഉണ്ടാക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ LDFലേക്ക് എത്താനും പറ്റില്ല എന്ന അവസ്ഥയിലായോ? ഞങ്ങൾക്ക് അങ്ങനെ ഭയമില്ലല്ലോ. ഞങ്ങൾ UDFൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിയത് എന്താ, ഞങ്ങൾക്ക് ചില മുറിവുകളുണ്ടായി. ആ വേദന ഉണ്ടായി. അത് വ്യക്തമായി ഞങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞു. അങ്ങനെ ആ വേദന ഉണ്ടായപ്പോൾ ഞങ്ങൾ UDFൽ നിന്ന് ഇറങ്ങി. ഞങ്ങൾ UDFലേക്ക് തിരിച്ച് കയറാമെന്ന പ്രതീക്ഷയോടുകൂടിയല്ല ഞങ്ങൾ ഇറങ്ങിയത്. ഇപ്പോൾ UDFന്റെ വാതിൽ കൊട്ടിയടച്ചു എന്ന് പറയുന്നു. LDFലേക്ക് കയറാൻ പറ്റില്ല എന്ന് പറയുന്നു. നിങ്ങൾ എന്താണ് വിചാരിച്ചിരിക്കുന്നത്? ശ്രീ കെ എം മാണി എന്ന് പറഞ്ഞ രാഷ്ട്രീയ നേതാവ് 50 വർഷം രാഷ്ട്രീയ പൊതുപ്രവർത്തകർ MLAയും മന്ത്രിയുമായിരുന്നു. അദ്ദേഹം ഈ രാജ്യത്ത് ഒട്ടനവധി ഒരു പ്രവർത്തനങ്ങൾ നടത്തി. കർഷക പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ, കാരുണ്യ പദ്ധതി, ഇന്ത്യ മഹാരാജ്യത്ത് മറ്റൊരു സംസ്ഥാനം നടപ്പിലാക്കാത്ത ജനക്ഷേമ പദ്ധതി നടപ്പിലാക്കിയ നേതാവാണ് ശ്രീ കെ എം. അല്ല, അതൊക്കെ നിങ്ങൾ രാഷ്ട്രീയമായി പറയുന്നത്. ഞാൻ അക്കാര്യത്തിലല്ല ശ്രീ സജി മഞ്ഞക്കടപ്പൻ തർക്കം. ഇപ്പോൾ കെ എം മാണി ഇന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ള ഒരു പരിഭവം എന്ന് പറഞ്ഞാൽ, ഈ മലപ്പുറം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് യോഗങ്ങൾ ചേർന്നപ്പോൾ KPCCയുടെ എക്സിക്യൂട്ടീവും പിന്നെ UDF യോഗവും ഒക്കെ ചേർന്നപ്പോൾ എടുത്തിട്ടുള്ള നിലപാട്, ഞങ്ങൾ മാണി സാറിനെ ക്ഷണിക്കാനൊന്നും പോകുന്നില്ല എന്നുള്ളതായിരുന്നു എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുമ്പോൾ, ആ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് മാണി സാറിനെ ക്ഷണിക്കണമായിരുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹ പ്രകടനം കൂടിയാണല്ലോ അത്. ഞങ്ങൾ കുറച്ചു കാലമായി UDFുമായി സഹകരിക്കുന്നില്ലെങ്കിലും എന്തുകൊണ്ടാണ് ഞങ്ങളെ കൂടുതൽ സ്നേഹത്തോടു കൂടി അങ്ങ് വിളിച്ചു കൊണ്ടുപോകാത്തത് എന്നതായിരുന്നില്ലേ യഥാർത്ഥത്തിലുള്ള പ്രശ്നം? അല്ല, ഒരിക്കലുമല്ല. ഞാൻ ചോദിക്കട്ടെ, ഞങ്ങൾ പറഞ്ഞല്ലോ ഇവിടെ ഏത് മുന്നണിയുടെ വാതിലടച്ചാലും ഞങ്ങൾക്ക് വിഷയമില്ല. പക്ഷേ കേരളത്തിലെ എല്ലാ മുന്നണികളും കേരള കോൺഗ്രസിനെ സ്വാഗതം ചെയ്തു എന്നുള്ളത് ഏറ്റവും പ്രസക്തമായ കാര്യമാണ്. അത് കേരള കോൺഗ്രസിന്റെ സ്വീകാര്യത വർദ്ധിച്ചതിന്റെ തെളിവാണ്. BJPയും CPMും കോൺഗ്രസും ഒക്കെ വീണ്ടും സ്വാഗതം ചെയ്തു എന്ന കാര്യത്തിൽ ആരും തർക്കിക്കണം. പക്ഷെ ഞങ്ങൾ പറഞ്ഞു, ആരുടെ വാതിലടച്ചാലും കെ എം മാണി എന്ന് പറഞ്ഞ രാഷ്ട്രീയ നേതാവിന്റെ നേതൃത്വത്തിൽ ഒരു മൂന്നാം മുന്നണിക്ക് കേരളത്തിൽ സാധ്യതയില്ല എന്ന് ആരും പറയണ്ട. അപ്പോൾ അതും ലക്ഷ്യം വെക്കാം. ഞാൻ അതിലേക്ക് വരാം. ശ്രീ രാജു എബ്രഹാം,
കേരളീയർക്ക് നല്ല ഓർമ്മശക്തി ഉണ്ടല്ലോ. കോഴമാണി എന്നൊക്കെ VS അച്യുതാനന്ദൻ നിയമസഭയിൽ പറയുന്നതിൻ്റെ ആ ഒരു ഇമ്പം ഇപ്പോഴും മലയാളികളുടെ ചെവിയിൽ മുഴങ്ങുന്നുണ്ട്. ചാകാത്ത പുഴുവും കെടാത്ത തീയുമുള്ള ഇടത്തേക്കായിരിക്കും KM മാണി പോവുക എന്ന് പ്രവചിച്ചിട്ടുണ്ട് VS അച്യുതാനന്ദൻ വെറും 1 വർഷം മാത്രം മുൻപ്. ഇനിയിപ്പോൾ LDF എടുത്താൽ AKG സെന്ററിനെയാണോ അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് ന്യായമായും കേരളീയർക്ക് സംശയിച്ചുകൂടെ? ഒരിക്കലുമില്ല. നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിലൊക്കെ അപ്പുറത്തെ നിഗമനങ്ങളിലേക്കാണ് അഭിലാഷ് പോയിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് അത്തരത്തിലേക്കുള്ളൊരു ചർച്ചയുടെ വാതിൽ എവിടെയും തുറക്കപ്പെട്ടില്ല. ഞങ്ങൾ ഇപ്പോൾ വ്യക്തിപരമായ വിരോധം ആരോടെങ്കിലും ഉണ്ടോ? ഇപ്പം തന്നെ KM മാണി സാറിൻ്റെ 50-ാം വാർഷികം നമ്മുടെ നിയമസഭയിൽ ഏറ്റവും മനോഹരമായ പ്രസംഗം നടത്തിയത് മുഖ്യമന്ത്രി തന്നെയാണ്. അത് ഇപ്പോഴല്ല നടത്തിയത്, ഈ സന്ദർഭത്തിൽ നടത്തിയത്. അത് വ്യക്തിപരമായ ഒരു കാര്യമാണ്. പക്ഷേ അദ്ദേഹത്തിനെതിരായ ആക്ഷേപം വളരെ ഉയർന്ന് തന്നെ നിൽക്കുകയാണ്. അതിൻ്റെ അന്വേഷണങ്ങൾ നടക്കുന്നു, കോടതികളിൽ കാര്യങ്ങൾ തീർപ്പാക്കാനുണ്ട്. അതെല്ലാം ഇപ്പോഴും തീർന്നിട്ടില്ല. അപ്പം നമുക്ക് അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുന്നണി രാഷ്ട്രീയം എന്ന നിലയിലേക്ക് സ്വാഭാവികമായും നമുക്ക് ഒരു അഭിപ്രായം പറയാൻ കഴിയില്ല. അതൊക്കെ ഇനി വരാൻ പോകുന്ന രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളമാണ് ഇനിയിപ്പോൾ കേരളത്തിൽ ഉറ്റുനോക്കേണ്ടത്. ഇവിടെ ഉള്ളൊരു പ്രശ്നം, ഇപ്പോൾ ഇന്ന് നിയമസഭയിൽ കോൺഗ്രസിനോടൊപ്പം പോകുവാൻ കേരള കോൺഗ്രസിൻ്റെ MLA മാർ തയ്യാറായില്ല. അവർ ഇന്ന് നിയമസഭയിൽ തന്നെ കോൺഗ്രസ് അവസാനം വാക്കൗട്ട് നടത്തുമ്പോൾ അവർ നിയമസഭയിൽ തന്നെ ഉണ്ടായിരുന്നു. PC ജോർജിനോടൊപ്പം അവർ വോട്ടിങ്ങിൽ പങ്കെടുത്തു. അപ്പം അങ്ങനൊരു നിലപാടല്ല, ചില സന്ദർഭങ്ങളിൽ ഒരുമിച്ച് നിൽക്കുന്നുണ്ട് എന്നല്ലാതെ ഒരു സ്വതന്ത്ര നിലപാടിൽ തന്നെയാണ് കേരള കോൺഗ്രസ് പോകുന്നത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. റൈറ്റ്. ശ്രീ ജേക്കബ് ജോർജ്, ആരൊക്കെ KM മാണി ഇങ്ങനെ ഒരു രാഷ്ട്രീയ സാഹസം കാണിച്ചാൽ കൂടെ നിൽക്കും എന്നുള്ളത് ഒരു പ്രശ്നമല്ലേ? PJ ജോസഫ് വിഭാഗത്തിന് സ്വാഭാവികമായും ഉണ്ടാകുന്ന അമർഷം ഇന്നിപ്പോൾ മോൻസ് ജോസഫ് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ തന്നെ ഉണ്ടായിരുന്നു. ചരൽക്കുന്ന് ക്യാമ്പിലെടുത്ത തീരുമാനം ലംഘിക്കപ്പെടരുത് എന്ന സന്ദേശം അത് ജോസഫ് വിഭാഗത്തിൻ്റെ തന്നെ സന്ദേശമായി എടുക്കാവുന്നതുമാണ്. ബാക്കി KM മാണിക്കൊപ്പം ഉണ്ടായിരുന്ന, എപ്പോഴും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്ന CF തോമസും റോഷി അഗസ്റ്റിനും ജയരാജും അടക്കമുള്ള ആളുകൾ ഈ വിഷയത്തിൽ ജോസ് കെ മാണിയും KM മാണിയും എടുക്കുന്ന തീരുമാനത്തിനൊപ്പം തന്നെ ആയിരിക്കുമെന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുമോ? ശരിക്കും അഭിലാഷേ, UDF-ലെ ഒരു നേതൃമാറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഉമ്മൻചാണ്ടി മാറി, കുഞ്ഞാലിക്കുട്ടി മാറി, KM മാണി സ്വയമേ മുന്നണി തന്നെ വിട്ടുപോയി, രമേശ് ചെന്നിത്തല വന്നു, MM ഹസൻ താൽക്കാലിക KPC അധ്യക്ഷനായി, നേരത്തെ VM സുധീരൻ. കേരള കോൺഗ്രസിലും ഇതുപോലെ ഒരു സ്വാഭാവികമായ നേതൃമാറ്റത്തിന് കളം ഒരുങ്ങുന്നുണ്ട്. KM മാണിക്ക് ശേഷം കേരള കോൺഗ്രസിന്റെ നേതാവ് ആര് എന്ന ചോദ്യത്തിന് KM മാണി ഉയർത്തിക്കാട്ടുന്നത് മകനെ തന്നെയാണ്, ജോസ് കെ മാണിയെയാണ്. അപ്പോൾ ഇന്ന് കോട്ടയത്ത് നടന്ന ആ രാഷ്ട്രീയ നീക്കത്തിനും തന്ത്രത്തിനും പിന്നിലും ജോസ് കെ മാണിയാണ്. ഒന്നാമത്തെ കാര്യം, ജോസ് കെ മാണിയുടെ ഇത്തരം തന്ത്രങ്ങൾക്ക് പാർട്ടിയുടെ പിന്തുണയുണ്ടോ? ജോസ് കെ മാണി കേരള കോൺഗ്രസിന്റെ നേതാവാകുന്നതിനോട് പാർട്ടിയുടെ പിന്തുണയുണ്ടോ? ഈ 2 ചോദ്യങ്ങൾക്കുമാണ് കേരള കോൺഗ്രസ് നേതാക്കന്മാരും MLA-മാരും പ്രവർത്തകരും ഇന്ന് ഉത്തരം തേടുന്നത്. സ്വാഭാവികമായിട്ടും കോൺഗ്രസ് നേതൃത്വത്തിനോടൊപ്പം നിൽക്കാനായിരിക്കും കേരള കോൺഗ്രസിലെ ബഹുഭൂരിപക്ഷം MLA-മാരുടെയും താല്പര്യം, ബഹുഭൂരിപക്ഷം നേതാക്കന്മാരുടെയും താല്പര്യം. പ്രത്യേകിച്ച് PJ ജോസഫിനെ പോലെയുള്ള, ജയരാജിനെ പോലെയുള്ള, മോൻസ് ജോസഫ്, റോഷി അഗസ്റ്റിൻ എന്നിങ്ങനെയുള്ള നേതാക്കന്മാരൊക്കെയും കോൺഗ്രസിന്റെ കൂടെ നിൽക്കാനായിരിക്കും താല്പര്യപ്പെടുക. അവിടെയാണ് കേരള കോൺഗ്രസ് ഒരു പ്രതിസന്ധിയെ നേരിടുന്നത്. ആ പ്രതിസന്ധി കോൺഗ്രസ്സുകാർ ഇപ്പോൾ KM മാണിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു. KM മാണിയോടുള്ളതിനേക്കാൾ ദേഷ്യവും വൈരാഗ്യവും കൂടുതലുള്ളത് ജോസ് കെ മാണിയോടാണ്. ജോസ് കെ മാണിയാണ് KM മാണിയെ നിയന്ത്രിക്കുകയും നയിക്കുകയും ചെയ്യുന്നത് എന്നൊരു ധാരണ കോൺഗ്രസ് നേതാക്കന്മാരുണ്ട്. ജോസ് കെ മാണിയുടെ പേടി അടുത്ത 19 ലോക്സഭാ ഇലക്ഷനിൽ ഈ കോൺഗ്രസ്സുകാരും കൂടെ തന്നെ കാലുവാരില്ലേ എന്ന പേടി ജോസ് കെ മാണിക്കുണ്ട്. ഇങ്ങനെ പല പല ഘടകങ്ങളാണ് ഇതിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഇനി കേരള കോൺഗ്രസ് മാണി തന്നെ പറഞ്ഞു വെച്ചിട്ടുള്ളതുപോലെ ഇനി ഒരു പിളർപ്പിന് നേരമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. റൈറ്റ്. ശ്രീ സജീവ് മഞ്ഞക്കടമ്പൻ, ഇന്ന് K മുരളീധരൻ സംസാരിക്കുമ്പോൾ അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യം ശ്രദ്ധിക്കണം. അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണി ഒരു കാരണവശാലും കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി മത്സരിക്കില്ല എന്ന്. അക്കാര്യത്തിൽ കോൺഗ്രസ്സുകാർക്ക് യാതൊരു തർക്കവുമില്ല, അത് അവരുടെ തീരുമാനമാണ്.
അത് പറയാൻ അങ്ങനെ ഒരു വികാരത്തിലേക്ക് എത്താൻ പല കാരണങ്ങളുണ്ട്. അവർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപായിരുന്നു നിങ്ങൾ മുന്നണി വിടുക എന്ന തീരുമാനമെടുത്തിരുന്നത് എങ്കിൽ 60 സീറ്റെങ്കിലും കിട്ടിയനെ UDF മുന്നണിക്ക്. നിങ്ങൾ കൂടെ ഉള്ളത് കൊണ്ടാണ് ഇത്രയും കുറഞ്ഞു പോയത് എന്ന വികാരമുണ്ട്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് KM മാണിക്കെതിരെ ഉയർന്ന വലിയ ആരോപണങ്ങളെ സംരക്ഷിച്ചു നിന്നതുകൊണ്ടാണ് ഇത്രയധികം ജനവികാരം പ്രതികൂലമായത് എന്ന് വിചാരിക്കുന്ന കോൺഗ്രസ് നേതാക്കളുണ്ട്. ആ കോൺഗ്രസ് നേതാക്കൾക്ക് വലിയൊരു അവസരം നിങ്ങൾ തന്നെ ഉണ്ടാക്കി കൊടുത്തിരിക്കുകയല്ലേ? ഞാനൊരു കാര്യം പറയാം, ശ്രദ്ധിച്ച് കേൾക്കണം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് പാർട്ടി PJ ജോസഫ് സാർ നേതൃത്വം കൊടുക്കുന്ന കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പും KM മാണി സാർ നേതൃത്വം കേരള കോൺഗ്രസ് എമ്മും തമ്മിൽ ലയിക്കാൻ തുടങ്ങിയപ്പോൾ കോൺഗ്രസ് ഒരു വലിയ കലാപം ഉണ്ടാക്കി. വേണ്ട, PJ ജോസഫ് വേണ്ട, കേരള കോൺഗ്രസ് ലയിക്കാൻ പാടില്ല എന്ന് കലാപം ഉണ്ടാക്കി. അന്ന് കേരള കോൺഗ്രസിന്റെ നേതാവ് ശ്രീ KM മാണി സാറ് PJ ജോസഫ് സാറും ചേർന്ന് ലയിക്കാൻ എടുത്ത തീരുമാനം ശരിയായതുകൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വന്നത്. ആർക്കും നിഷേധിക്കാനാവില്ല. കടുത്തുരുത്തി അല്ലെങ്കിൽ തൊടുപുഴ പോലുള്ള മണ്ഡലങ്ങൾ 2 സീറ്റാണ് UDF അധികാരത്തിൽ വന്നത്. അതിനുശേഷമാണ് 2-3 സീറ്റുകൾ കൂടുതൽ പിടിച്ചു. അങ്ങനെ കേരള കോൺഗ്രസ് പാർട്ടിയുടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പോടെ UDF അധികാരത്തിലേക്ക് കൊണ്ടുവന്നത് നിഷേധിക്കരുത്. 2, ഇപ്പോൾ K മുരളീധരൻ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു KM മാണി ജോസ് K മാണി മത്സരിക്കില്ല എന്നൊക്കെ. അദ്ദേഹത്തിന് എന്താ യോഗ്യത? അദ്ദേഹവും അദ്ദേഹത്തിന്റെ പിതാവും ചേർന്ന് കോൺഗ്രസ് പാർട്ടിയെ നെടുക പ്രവർത്തി DIC ഉണ്ടാക്കി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ പോയി. ഒരു പക്ഷേ ഞാൻ പറയാൻ ആഗ്രഹിക്കുക, മതാമ്മ നയിക്കുന്ന പാർട്ടിയിൽ ഇല്ല എന്ന് പോലും പറഞ്ഞ ആളുകൾ തിരിച്ചു വന്നു കോൺഗ്രസിന്റെ അല്ലെങ്കിൽ 5 രൂപ മെമ്പർഷിപ്പ് വാങ്ങിച്ച് മത്സരിച്ച് MLA ആയിരിക്കുന്ന മുരളീധരനൊന്നും കേരള കോൺഗ്രസ് പാർട്ടിയുടെ നേതാവ് ജോസ് K മാണി കേരള കോൺഗ്രസിലേക്ക് തിരിച്ചു അല്ലെങ്കിൽ UDF തിരിച്ചു വരുമോ അല്ലെങ്കിൽ മത്സരിക്കുവോ മത്സരിക്കില്ലയോ? അല്ല, അതിപ്പോ K മുരളീധരൻ പറഞ്ഞതായിട്ട് എടുക്കണ്ട. ഞാൻ കോൺഗ്രസിന്റെ ഒരു വേർഷൻ പറഞ്ഞതാണ്. ഇനിയിപ്പോ K മുരളീധരനെ മാത്രമായിട്ട് താങ്കൾ എടുക്കണ്ട. ഉമ്മൻചാണ്ടി പറഞ്ഞത് നോക്കൂ. അല്ലല്ല, ഉമ്മൻചാണ്ടി പറഞ്ഞത് നോക്കൂ. KM മാണിയുടെ തീരുമാനം അംഗീകരിക്കാൻ പോകുന്നില്ല കേരള കോൺഗ്രസിന്റെ പ്രവർത്തകർ. വലിയൊരു വിഭാഗം അണികളും നേതാക്കളും പിന്നെ മുഴുവൻ അനുഭാവികളും ജനാധിപത്യ ചേരിക്കൊപ്പമായിരിക്കും നിൽക്കുക എന്ന് പറയാനുള്ള ഉറപ്പ് ഉമ്മൻചാണ്ടിക്കുണ്ട്. ഇത് കോൺഗ്രസ് പ്രവർത്തകർ പൊറുക്കില്ല. ഇത് രാഷ്ട്രീയ സദാചാരത്തിന്റെ ലംഘനമാണ്, ഇത് അവസരവാദമാണ് എന്ന് പറയാനുള്ള ഉറപ്പ് രമേശ് ചെന്നിത്തലയ്ക്കുണ്ട്. അവർക്ക് യാതൊരു ആശയക്കുഴപ്പവുമില്ല. ഞാൻ പറഞ്ഞല്ലോ, KM മാണി സാർ മുമ്പ് എന്താ പറഞ്ഞത്? ഇത് പ്രാദേശികമായിട്ട് അല്ലെങ്കിൽ കോട്ടയം DCC ഭാഗത്തു നിന്നുണ്ടായ ചെറിയ പിഴവ് കൊണ്ടുണ്ടായ ഒരു വിഷയമാണിത്. മൂന്നിരവിലെ അടക്കം പാലായെ ഞാൻ പറഞ്ഞല്ലോ, പാലാ മാർക്കറ്റിംഗ് സൊസൈറ്റി അടക്കപ്പെട്ട പല സഹകരണ സ്ഥാപനങ്ങളിലെ ധാരണകൾ അതൊന്നും കോൺഗ്രസ് പാർട്ടിയും കേരള കോൺഗ്രസ് പാർട്ടിയും തമ്മിൽ മുൻപുണ്ടാക്കിയിരുന്ന എഗ്രിമെന്റുകൾ പാലിക്കപ്പെട്ടിട്ടില്ല. അതിന്റെ ഫലമായിട്ടുണ്ടായ ഒരു പ്രത്യാഘാതമാണ് കോട്ടയത്തുണ്ടായിരിക്കുന്നത്. അല്ല, അതൊന്ന് വ്യക്തമാക്കി പറയൂ ശ്രീ സജി മഞ്ഞക്കടമ്പൻ. അതായത് ഇതൊരു പ്രാദേശിക പ്രശ്നം കൊണ്ടുണ്ടായ കാര്യമാണ്, അതല്ലാതെ ഇനി 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പാകുമ്പോൾ UDF സഹകരണത്തിന് അതൊരു തടസ്സമല്ല, അതൊരു പ്രതിബന്ധമാകുമെന്ന് നിങ്ങൾ കരുതുന്നില്ല എന്നാണോ? അല്ല, UDF 2019 തെരഞ്ഞെടുപ്പിലേക്ക് UDF ചെല്ലണമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അപേക്ഷ കൊടുത്തിട്ടില്ല. LDF ചെല്ലണമെന്ന് പറഞ്ഞ് ഞങ്ങൾ അപേക്ഷ കൊടുത്തിട്ടില്ല. അല്ലെങ്കിൽ BJP ചേർക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ അപേക്ഷ കൊടുത്തിട്ടില്ല. ഞങ്ങള് സമദൂരം പാർട്ടി എടുത്തുള്ള ചരൽക്കുതിരെടുത്ത തീരുമാനത്തിനടിസ്ഥാനത്തിൽ സമദൂരത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ആരുമായിട്ടും മുന്നണിയുമില്ല. ഏതായാലും അന്ന് ബാണശാല ഒരു കാര്യം പറഞ്ഞിരുന്നു, കേരള കോൺഗ്രസ് പാർട്ടി ചരൽക്കുതിൽ UDF ഇടാൻ തീരുമാനമെടുത്തപ്പോൾ പറഞ്ഞു, കേരള കോൺഗ്രസ് ഒരു സൗന്ദര്യമുള്ള ഒരു പാർട്ടിയാണ്, സ്ത്രീയാണ്. ആ സൗന്ദര്യമുള്ള സ്ത്രീയെ തേടി പലരും വരും, തിരിച്ചു കാണിക്കും. പക്ഷെ തിരിച്ചു കാണിച്ചുകൊണ്ടതും ഞങ്ങള് ആ പുറകെ പോകില്ല എന്നൊക്കെ ഞങ്ങൾ ബാണശാല പറയുകയുണ്ടായി. അല്ല, അതിന് പോയല്ലോ. ഇപ്പോ കോട്ടയത്ത് നിങ്ങൾ LDFന്റെ എന്ന് പറയാൻ പറ്റില്ല, CPIMന്റെ പിന്തുണയോടുകൂടി ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നു. ഓരോരോ ഇടങ്ങളിൽ ആരുടെയൊക്കെ പിന്തുണയോടുകൂടിയാണ് ഭരിക്കുന്നത്? BJPയുമായി ബാന്ധവം ഉണ്ടാക്കിയിട്ടില്ലേ? അതാണല്ലോ പറഞ്ഞത് സൗന്ദര്യമുള്ള സ്ത്രീയുടെ പുറകെ. അല്ല, അതന്നെയാണ് കോൺഗ്രസ്സുകാരും പറയുന്നത്. അങ്ങനെ ഇഷ്ടമുള്ളവരുടെ ഒക്കെ കൂടെ പോകുന്ന ആളുകളെ ഞങ്ങൾക്ക് വേണ്ട എന്ന്. അല്ല, ഇഷ്ടമുള്ളവരെ ഞങ്ങൾ പോയിട്ടില്ലല്ലോ. ഇപ്പൊ താങ്കൾ തന്നെ തിരുത്തി പറയല്ലേ? ഞാൻ ഉദാഹരണം ചൂണ്ടിക്കാണിച്ചപ്പോൾ താങ്കളാണ് പറഞ്ഞത് സ്ത്രീയുടെ ഉദാഹരണം. സ്ത്രീയുടെ ഉദാഹരണം ഞങ്ങൾ ആരുടെയും പുറകെ പോയില്ല, അപേക്ഷ കൊടുത്തിട്ടില്ല. LDFന് അപേക്ഷ കൊടുത്തിട്ടില്ല, കോൺഗ്രസിന് അപേക്ഷ കൊടുത്തിട്ടില്ല, UDFന് അപേക്ഷ കൊടുത്തിട്ടില്ല, BJPക്ക് അപേക്ഷ കൊടുത്തിട്ടില്ല. പക്ഷേ ഈ കക്ഷികളൊക്കെ കേരള കോൺഗ്രസിനെ സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട്. ഞങ്ങള് ഒരു മുന്നണിയും ഭാഗമല്ല ഇപ്പോഴും. അത് പാർട്ടി ചെയർമാൻ പറഞ്ഞല്ലോ, മുമ്പേ പറഞ്ഞല്ലോ. ശരി, അങ്ങനെയാണ് വിശദീകരിക്കുന്നത്. ശ്രീ പന്തളം സുധാകരൻ, ഇവിടെ KM മാണിയുടെ വികാരത്തെ യഥാർത്ഥത്തിൽ നിങ്ങൾ തെറ്റായി വായിക്കുകയാണോ? അദ്ദേഹം പറയുന്നു UDFനോട് അന്ധമായ അകൽച്ച മുന്നണി വിട്ടതിന് ശേഷം കാണിച്ചിട്ടില്ല. UDFനോട് അങ്ങനെ അകൽച്ച കാണിക്കുന്ന സമീപനം സ്വീകരിച്ചിട്ടില്ല ഒരിടത്തും. പക്ഷേ അപ്പോഴും ഞങ്ങളെ കുത്തി നോവിച്ചു. KPCCയുടെ യോഗം ചേരുമ്പോൾ, പിന്നെ കോട്ടയത്ത് DCC ചേരുമ്പോൾ ഒക്കെ ഞങ്ങളെ കുത്തി നോവിക്കാൻ, ഞങ്ങൾക്ക് ശക്തിയില്ല എന്ന് കാണിക്കാൻ, ഞങ്ങളിനി UDFലേക്ക് വേണ്ട എന്ന് പറയാനൊക്കെയുള്ള അവസരമായി നിങ്ങൾ ആ യോഗങ്ങളെ മാറ്റി. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം.
യഥാർത്ഥത്തിൽ മാണി സാറും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും UDF-ൽ നിന്നും വിട പറഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ മാറി നിന്നതിന് ശേഷം ഒരു UDF കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ UDF-ൻ്റെയോ ഒരു നേതാക്കന്മാരും അദ്ദേഹത്തെയോ അദ്ദേഹത്തിൻ്റെ പാർട്ടിയോ ആക്ഷേപിക്കുന്ന ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ല. ശ്രീ അഭിലാഷനെ അറിയാലോ, മാധ്യമങ്ങളിലൂടെ എവിടെയും ഞങ്ങൾ ആരും ആക്ഷേപിച്ചിട്ടില്ല. കാരണം അങ്ങനെ ആക്ഷേപിക്കുന്ന ഒരു സംസ്കാരം ഞങ്ങൾക്ക് ഇവിടെ ഇല്ല. പിന്നെ ഇവിടെ ഇത് ഈ വാർത്ത ഈ ചർച്ച കേൾക്കുന്നവർ ചിരിക്കുമില്ലേ? നമ്മുടെ ഇപ്പം ഈ റിപ്പോർട്ടർ ചാനലിൻ്റെ ഓഫീസിന് തൊട്ടടുത്താണ് പുത്തരിക്കണ്ടം മൈതാനം. അവിടെ രാത്രി 9 മണി കഴിഞ്ഞ് പൂജ കൂടി ഒരു സുന്ദരിയായ സ്ത്രീ നിന്ന ആ സ്ത്രീ നമ്മൾ സത്യത്തെ സൂക്ഷിക്കണം. കാര്യം മഹാരോഗങ്ങൾ, കാര്യം എയ്ഡ്സ് പോലുള്ള മഹാരോഗങ്ങൾ ഉള്ളവരാണെന്ന് അറിയില്ലല്ലോ. എന്തായാലും UDF-നെ സംബന്ധിച്ചിടത്തോളം വളരെ ശുദ്ധിയുള്ള സംസ്കാരമുള്ളവരൊക്കെ മതി. ഞങ്ങൾക്കിപ്പോൾ ദേശീയ തലത്തിൽ ഒരുപാട് നഷ്ടമുണ്ടായല്ലോ. ആ നഷ്ടത്തിൽ നിന്ന് ഞങ്ങൾ കരകയറാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും ഇതുപോലെയുള്ള അവസരവാദികളൊന്നും ഞങ്ങൾക്ക് വേണ്ട. എന്തായാലും എന്തെങ്കിലും ആനുകൂല്യം LDF ഗവൺമെന്റിൽ നിന്ന് കിട്ടുമെങ്കിൽ അത് വാങ്ങിച്ചോട്ടെ, ഞങ്ങൾക്ക് യാതൊരു പരാതിയില്ല. പക്ഷെ അതിൻ്റെ പേരിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ഞങ്ങൾ കുത്തിമുറിവേൽപ്പിച്ചു എന്നുള്ള ആ ഒരു പദപ്രയോഗം ഒഴിവാക്കണം. ഞങ്ങൾ ആരെയും കുത്തിമുറിവേൽപ്പിക്കുന്നില്ല, ഞങ്ങൾ നേരിട്ടേ കുത്തുകയുള്ളൂ. പക്ഷേ അതാണ് ഞങ്ങളുടെ സംസ്കാരം. അതല്ലാതെ ഈ പുറകെ നിന്ന് കുത്തുന്ന ഒരു പരിപാടിയില്ല. കോട്ടയത്ത് അത് താങ്കൾ വ്യക്തമായി പറഞ്ഞു. ശ്രീ രാജു എബ്രഹാം രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ നോക്കുന്നത് ഇടതുപക്ഷത്തിന് കേരള കോൺഗ്രസിന് ആവശ്യമുണ്ടോ എന്നാണ്. ഞാൻ ഒരു താരതമ്യവും ഇവിടെ നടത്തുന്നില്ല. അത് നേതാക്കൾ അവരവരുടെ ഭാവനക്കനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ ചിന്തക്കനുസരിച്ച് നടത്തുന്ന താരതമ്യമാണ്. പക്ഷേ രാഷ്ട്രീയമായി അതിപ്പോൾ LDF സഹായിച്ചാൽ LDF, UDF സഹായിച്ചാൽ UDF, BJP സഹായിച്ചാൽ BJP എന്നുള്ള സമീപനമാണ് അവർക്ക് എന്ന് അവരുടെ തന്നെ നേതാക്കൾ തുറന്നു പറയുന്ന സ്ഥിതിക്ക് നിങ്ങൾക്ക് അവരെ ആവശ്യമുണ്ടോ? അല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 1980 കേരള കോൺഗ്രസുമായി ധാരണയുണ്ടാക്കിയിട്ടുണ്ട്. അന്ന് കോൺഗ്രസ് A ഗ്രൂപ്പുമായിട്ട് വിഭാഗവുമായി ധാരണയുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അത്തരത്തിലേക്കുള്ള ഒരു ധാരണയുടെ ഒരു പ്രസക്തി വരുന്നില്ല. പക്ഷേ ലക്ഷോപലക്ഷം കേരള കോൺഗ്രസിന്റെ അംഗങ്ങളുണ്ട്, അണികളുണ്ട്. അത്തരം അണികളെ സംബന്ധിച്ചിടത്തോളം അവരുമായി പ്രാദേശികമായ നീക്കുപോക്കുകളോ കൂട്ടുകെട്ടുകളോ പ്രാദേശികമായി ഉണ്ടാവുന്നുണ്ട്. അതിന് കാരണം കോൺഗ്രസിനും BJPക്കും എതിരായി ഉള്ള ഒരു നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുന്ന നിലപാട്. ആ നിലപാട് കടന്നു വരുമ്പോൾ കേരള കോൺഗ്രസിന്റെ പ്രാദേശികമായ നേതാക്കന്മാരോ അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തകരോ അത്തരത്തിൽപ്പെട്ട ആളുകൾ ഏതെങ്കിലും ഒരു സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നതിന് ഞങ്ങളായിട്ട് എന്തിനാ ഇത്? അത് പ്രാദേശിക തലത്തിൽ എന്നുള്ള അർത്ഥത്തിലല്ല ശ്രീ രാജു എബ്രഹാം ചോദിക്കുന്നത്, സംസ്ഥാന തലത്തിൽ എന്നുള്ള അർത്ഥത്തിലാണ്. ഇവിടെ കോൺഗ്രസ് അസന്നിഗ്ധമായി അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജോസ് കെ മാണി കോട്ടയത്ത് നിന്ന് മത്സരിക്കുന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി ആയിരിക്കില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നു. ഞാൻ താങ്കളോട് ചോദിക്കുന്നത്, അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് നിന്ന് ജോസ് കെ മാണി മത്സരിക്കുന്ന വേളയിൽ അദ്ദേഹത്തിന് LDF-ന്റെ CPIM-ന്റെ പിന്തുണ ഉണ്ടാകുമോ എന്നാണ്. കേരള കോൺഗ്രസും തമ്മിലുള്ള തർക്കം അങ്ങനെ വലിയൊരു സംഭവമായിട്ട് എടുക്കണ്ട. അതിനകത്തിപ്പം ബാഹുബലിയാണോ കട്ടപ്പയെ കൊന്നത്, കട്ടപ്പയാണോ ബാഹുബലിയെ കൊന്നത്, അങ്ങനെ ഒരു ചർച്ചയിലേക്കൊന്നും പോകേണ്ട ഒരു പ്രസക്തി ഇത്തരം കാര്യങ്ങൾ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാളത്തെ രാഷ്ട്രീയം ഏത് രൂപത്തിലേക്കായിരിക്കും എന്നുള്ളതിനെ പറ്റി നമുക്ക് തീർച്ചയായിട്ടും തീരുമാനിക്കാൻ കഴിയില്ല. പക്ഷേ രാഷ്ട്രീയത്തിലെ ധാർമ്മികത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എക്കാലവും ഉയർത്തിപ്പിടിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ജനങ്ങൾ പൂർണ്ണ വിശ്വാസത്തിൽ എടുത്തു നിൽക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ആ വിശ്വാസം ആർജിച്ചുകൊണ്ട് തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് പോകും, യാതൊരു സംശയമില്ല. ശരി, ശ്രീ ഫ്രാൻസിസ് ജോർജ് ടെലിഫോൺ. ശ്രീ ഫ്രാൻസിസ് ജോർജ്, ഇടതു മുന്നണിയിലേക്ക് KM മാണിയും ജോസ് കെ മാണിയും വരികയാണ് എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അല്ല, എനിക്കറിയില്ല. പക്ഷേ ഇന്ന് ഒരു കാര്യം ഞാൻ തറപ്പിച്ച് പറയാം. ഇന്ന് ശ്രീ KM മാണിയും ജോസ് കെ മാണിയും എടുത്തിട്ടുള്ള നിലപാട് അത് തികഞ്ഞ രാഷ്ട്രീയ അധാർമികത തന്നെയാണ്. അവർ മുൻകാലങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഞാനിപ്പോ അതൊന്നും ആവർത്തിക്കേണ്ടതായിട്ടില്ല. ഇപ്പൊ പറയുന്ന ന്യായീകരണങ്ങളൊക്കെ എത്ര ലജ്ജാകരമാണ്. എനിക്ക് ശ്രീ KM മാണിയെ കഴിഞ്ഞ 50 വർഷമായിട്ട് അറിയാം, എന്റെ ചെറുപ്പകാലം മുതൽ അറിയാം. ഇത്ര ദയനീയമായ ഒരു വാദഗതി അദ്ദേഹം ഉയർത്തുന്നത് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുകയാണ് ഈ കഴിഞ്ഞ 50 വർഷത്തിനിടയ്ക്ക്. ഇപ്പൊ എന്താ പറയുന്നത്? അദ്ദേഹം അറിഞ്ഞിട്ടില്ല, ജോസ് കെ മാണി അറിഞ്ഞിട്ടില്ല. ജോസ് കെ മാണി ലണ്ടനിൽ പോയി ഒളിച്ചിരിക്കുന്നു, അദ്ദേഹം പാലായിൽ എവിടെ ഒളിച്ചിരിക്കുന്നു. ഇത് 5-6 ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ സ്വതന്ത്രമായി തീരുമാനിച്ച് അവർക്ക് മനോവേദന ഉണ്ടായിപ്പെടുത്തിയ ഒരു തീരുമാനമാണെന്നുള്ള വളരെ വികലമായിട്ടൊരു വാദഗതിയാണ് ശ്രീ KM മാണി ഉയർത്തുന്നത്. ഞാൻ ഈ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളൊക്കെ നന്നായിട്ട് ശ്രീ കുതിരവേലിയെയും സക്രിയാസ് കുതിരവേലിയെയും
അതുപോലെ തന്നെ ശ്രീ സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ ഉൾപ്പെടെയുള്ള ഈ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളൊക്കെ ഞങ്ങളുടെ വളരെ അടുത്ത സുഹൃത്തുക്കളും ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നവരുമാണ്. അവരാരും ഇങ്ങനെ ഒരു നീക്കത്തിന്, ഇങ്ങനെ ഒരു രാഷ്ട്രീയ സദാചാരം മറന്നുള്ള ഒരു നീക്കത്തിന്, ഒരു അധികാരമോഹത്തിന് പേരിൽ ഒരു നിലപാടും സ്വീകരിക്കുന്നവരല്ല. അപ്പൊ വ്യക്തമായിട്ട് ശ്രീ കെ എം മാണി അതല്ലെങ്കിൽ ജോസ് കെ മാണി ഒരു കാര്യം വ്യക്തമായല്ലോ. ഇപ്പൊ ശ്രീ മോൻസ് ജോസഫ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞല്ലോ, അവരാരും ഒന്നും അറിഞ്ഞിട്ടില്ല. പാർട്ടിയിലെ MLA മാരെ അറിഞ്ഞിട്ടില്ല, പാർട്ടിയിലെ ഉന്നതാധികാര സമിതി അറിഞ്ഞിട്ടില്ല, സ്റ്റിയറിംഗ് കമ്മിറ്റി ആരും അറിഞ്ഞിട്ടില്ല. ഈ നിലപാടിനെതിരെയാണ് ഞങ്ങൾ നിലപാടെടുത്തത്. ഈ കുടുംബ വാഴ്ചക്കെതിരെ, ഈ അഴിമതി കൂട്ടുകെട്ടിനെതിരെ ആണ് ഞങ്ങളൊരു നിലപാടെടുത്ത് പുറത്തു വന്നത്. അന്ന് എന്താ ശ്രീ കെ മാണി പറഞ്ഞത്? ഞങ്ങൾ ചതിക്കുന്നു, വഞ്ചിക്കുന്നു, പിന്നിൽ നിന്ന് കുത്തുന്നു എന്നൊക്കെയല്ലേ ശ്രീ കെ മാണി പറഞ്ഞത്. ഇപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? കെ എം മാണി തന്നെ പറഞ്ഞു, ത്രിതല പഞ്ചായത്തിലെ സംവിധാനം അല്ലെങ്കിൽ ധാരണകൾ ഞങ്ങൾ പാലിക്കും, ഒരു മാറ്റവും അതിനുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ മലക്കം പറഞ്ഞ് ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. ഈ നിലപാട് കേരളത്തിലെ ജനസമൂഹം, കേരളത്തിലെ പൊതുജന സമൂഹം അത് അവർ വിലയിരുത്തും, അവർ ഒരു തീരുമാനമെടുക്കും. എന്താണ് നാളെ സംഭവിക്കുക എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടായി എന്നുള്ളതിനെ കുറിച്ച് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ എന്താണെങ്കിലും വളരെ ഉറച്ച നിലപാട് ഞങ്ങൾ ആദ്യമേ സ്വീകരിച്ചിരുന്നു. കെ എം മാണിയുടെ ഈ കുടുംബ വാഴ്ച, ഏകാധിപത്യ, ഈ അഴിമതി സംവിധാനവുമായി ഞങ്ങൾക്ക് സന്ധിയില്ല എന്നുള്ള നിലപാട് ഞങ്ങൾ വ്യക്തമായിട്ടെടുത്തതാണ്. ഞങ്ങൾ ആ നിലപാടിൽ ഉറച്ചു നിൽക്കും, അതിൽ യാതൊരു മാറ്റവും ഉണ്ടാവും. അല്ല, ഈ അക്കാര്യത്തിൽ ശ്രീ ഫ്രാൻസിസ് ജോർജ് CPIM എടുത്തിരിക്കുന്ന സമീപനത്തെ കുറിച്ച് പറയണമല്ലോ. CPIM പിന്തുണച്ചതുകൊണ്ടാണല്ലോ കെ എം മാണിയുടെ പാർട്ടിക്ക് അവിടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ലഭിക്കാൻ ഇടയായത്. നിങ്ങൾ ഈ CPIM-നെ വിശ്വസിച്ച് കേരള കോൺഗ്രസിൽ നിന്ന് UDF-ൽ നിന്ന് തന്നെയും ഇറങ്ങിയ ആളുകളാണ്. ഇപ്പോൾ CPIM എടുക്കുന്ന സമീപനം വഞ്ചനാപരമാണെന്ന് തോന്നുന്നുണ്ടോ? അല്ല, തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് വഞ്ചനാപരം ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ഈ ഘട്ടത്തിൽ അത് പറയാറായിട്ടില്ല. ഇപ്പൊ ശ്രീ രാജീവ് എബ്രഹാം തന്നെ പറഞ്ഞല്ലോ, പ്രാദേശികമായിട്ട് ഇങ്ങനെയൊക്കെയുള്ള ചില അവസരങ്ങൾ വരുമ്പോൾ അതിനെ രാഷ്ട്രീയമായി പ്രയോജനപ്പെടുത്തുമെന്ന് പറഞ്ഞല്ലോ. അത് നമുക്ക് മനസ്സിലാകും. പക്ഷെ മുന്നോട്ടുള്ള കാര്യങ്ങളിൽ എന്താണ് നിലപാട് എന്നുള്ളത് ഞങ്ങളും സസൂക്ഷ്മം വീക്ഷിക്കുകയാണ്. എന്താണെങ്കിലും ആ കാര്യത്തിൽ ഞങ്ങളുടെ നിലപാടുമായി പൊരുത്തപ്പെടുന്നില്ല എന്ന് കണ്ടാൽ ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ടൊരു നിലപാടെടുക്കേണ്ടി വരുമല്ലോ. പക്ഷേ ഇപ്പോഴും ഞങ്ങൾ അങ്ങനെ ഒരു പ്രതീക്ഷ വയ്ക്കുന്നില്ല, ഞങ്ങൾ അങ്ങനെ കരുതുന്നില്ല. കാരണം ശ്രീ കെ എം മാണിക്കെതിരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒട്ടാകെയും അതുപോലെ തന്നെ CPIM ഒക്കെ എടുത്തിട്ടുള്ള നിലപാടുകൾ ഇവിടെ ഇപ്പോഴും നമ്മുടെ എല്ലാവരുടെയും ഓർമ്മയിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു നിലപാടുണ്ടാകും. അദ്ദേഹം പറഞ്ഞല്ലോ, അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞു, രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് നിരക്കാത്ത ഒരു നിലപാട് CPIM എടുക്കില്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുക്കില്ല എന്ന് പറഞ്ഞതിനെ ഞാൻ 100% വിശ്വസിക്കുകയും അതിനെ സ്വാഗതം ചെയ്യുകയും ചെയ്യും. ശരി, നമുക്കത് കാത്തിരുന്ന് കാണാൻ തുടരണം. ശ്രീ ജേക്കബ് ജോർജ്, എന്ത് മാറ്റമാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? ഇവിടെ LDF-ൽ CPI ശക്തമായ ചില വിമർശനങ്ങൾ ഉയർത്തുന്നതിൽ CPIM-ന് നല്ല തോതിൽ അമർഷമുണ്ട്. അവരുടെ സംസ്ഥാന സമിതി അത് വിലയിരുത്തുകയും ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ 6 MLA-മാരുള്ള ഒരു പാർട്ടിയുമായി ജില്ലാതലത്തിലാണെങ്കിലും നീക്കുപോക്ക് ഉണ്ടാക്കുന്നത് സ്വാഭാവികമായും സംസ്ഥാന തലത്തിലേക്കുള്ള ഒരു ചുവടാണല്ലോ. ഇനി അടുത്ത പടിയായി സംസ്ഥാന തലത്തിൽ തന്നെ ഒരു നീക്കുപോക്ക് ഉണ്ടാക്കുക എന്നുള്ളത് അസാധ്യമൊന്നുമല്ല. താങ്കൾ അത് പ്രതീക്ഷിക്കുന്നുണ്ടോ? എത്ര MLA-മാർ കൂടെ നിൽക്കാതിരിക്കും എന്നുള്ളത് വിട്ടേക്കൂ. കെ എം മാണി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് LDF-ൽ എത്താനുള്ള സാധ്യതകൾ എത്രമാത്രം താങ്കളുടെ കാഴ്ചപ്പാടിൽ? എനിക്കതിനകത്ത് വലിയ സാധ്യത കാണുന്നില്ല. കാരണം ചില വസ്തുതകളുണ്ട് അഭിലാഷ്. അതിനകത്ത് ഈ കോട്ടയം, ഇടുക്കി, കുറച്ച് പത്തനംതിട്ടയുടെ കുറേ ഭാഗങ്ങൾ ഇവിടെയൊക്കെ ഉണ്ടല്ലോ, UDF-നെ സംബന്ധിച്ചൊരു സംഘർഷ ഭൂമിയാണ്. കാരണം അവിടെ കോൺഗ്രസ്, കേരള കോൺഗ്രസ് ഒരു മുന്നണിയിലെ 2 കോൺഗ്രസ് പാർട്ടികൾ, കേരള കോൺഗ്രസും അവരൊക്കെ പ്രവർത്തിക്കുന്ന അവർ തമ്മിലൊരു സംഘർഷമുണ്ട്. ഈ കേരള കോൺഗ്രസ്സുകാരുണ്ടല്ലോ, ഒരു മുൻ കേരള കോൺഗ്രസ്സുകാരൻ, അവരൊരിക്കലും കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കില്ല. അവർ CPM-ന്റെ കൂടെ ഇടതുപക്ഷത്തോടു കൂടെ നിൽക്കാനാണ് താല്പര്യപ്പെടുക. അങ്ങനെയാണല്ലോ നമ്മുടെ ഈ ഫ്രാൻസിസ് ജോർജൊക്കെ ഇടതുപക്ഷത്തേക്ക് വരാൻ. ഫ്രാൻസിസ് ജോർജ് ഒരു ചേരി ഉണ്ടാക്കിയത് പോലും ആ ഒരു കോൺഗ്രസ് വിരോധം അവരുടെ മനസ്സിൽ ഉണ്ട്. ആ കോൺഗ്രസ് വിരോധത്തിന്റെ ഭാഗമായിട്ടാണ് അവർ ഇടതുപക്ഷത്തേക്ക് തിരിഞ്ഞത്. അതൊരു വശം. മറുവശത്ത് ഇടതുപക്ഷത്ത് 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് അവിടെ ഉള്ളത്. UDF-ൽ 2 കോൺഗ്രസ് പാർട്ടികൾ, കേരള കോൺഗ്രസിൽ നിന്നുണ്ടായതാണല്ലോ. ഇടതുപക്ഷ മുന്നണിയിലെ പ്രശ്നം 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അവിടെയുണ്ട്. അവർ തമ്മിൽ സംഘർഷമാണ്. ഒരു ഐഡിയൽ സിറ്റുവേഷൻ അവിടെ ഉണ്ട്. CPI ഇങ്ങേപ്പുറത്ത് പോയാൽ അവിടെ കുറച്ചും കൂടെ കംഫർട്ട് സോൺ കിട്ടും അവർക്ക്. കേരള കോൺഗ്രസ് ഇങ്ങേപ്പുറത്ത് പോയാൽ, LDF-ലേക്ക് പോയാൽ, ഇപ്പം കോട്ടയം, ഇടുക്കി മേഖലയൊക്കെ CPM-ന് വലിയ താല്പര്യമില്ലാത്ത, സ്വാധീനമില്ലാത്ത മേഖലയാണ്. അവിടെ കേരള കോൺഗ്രസ് സുഭിക്ഷമായി വാഴുകയും ചെയ്യും. പക്ഷേ ഇത് നടക്കുന്ന കാര്യമല്ല. കെ എം മാണിയെ ഇപ്പോൾ ഇടതുമുന്നണിയിലേക്ക് എടുക്കാൻ CPM-ന്, ആ ഇടതുപക്ഷ മുന്നണിക്ക് വലിയ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്.
തമ്മിൽ ഭേദം ഫ്രാൻസിസ് ജോർജിന്റെ പാർട്ടിയെ പോലെ ഉള്ള പാർട്ടികൾക്ക് കേരള കോൺഗ്രസിൽ നിന്ന് വരുന്നവരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ ശേഷിയുള്ള ഒരു പാർട്ടിയായിട്ടൊരു സംവിധാനമായിട്ട് വികസിപ്പിക്കുക എന്നതാണ് ഇടതുപക്ഷ മുന്നണിക്ക് ചെയ്യാൻ പറ്റുന്ന വലിയ കാര്യം. കേരള കോൺഗ്രസ് ആവട്ടെ UDFന്റെ ഇപ്പോഴത്തെ ഒരു നാച്ചുറൽ അലയാണ് നേതൃത്വം, കേരള കോൺഗ്രസ് നേതൃത്വം. അത് കൈവിട്ടു പോകുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിൽ UDFനെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമാണ് എന്ന കാര്യം കൂടി ഓർക്കണം. കേരള കോൺഗ്രസ് കൂടെ കൈവിട്ടു പോകുമ്പോൾ അത് പടിയിട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞു. ഇന്നോടുകൂടിയ ബന്ധം വിച്ഛേദിച്ചു എന്ന് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ആവർത്തിച്ച് പറയുകയാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കിനകത്ത് ഏറ്റവും വലിയ നഷ്ടക്കച്ചവടം കോൺഗ്രസിനും കൂടിയാണ്, UDFനാണ് എന്ന കാര്യവും കൂടി ഓർക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണ്. ശ്രീ പന്തളം സുധാകരൻ, കേരള കോൺഗ്രസിന്റെ ഒരു സ്വാഭാവിക സഖ്യകക്ഷിയാണ്. വലിയ ഇടത് തരംഗമുണ്ടാകുന്ന തെരഞ്ഞെടുപ്പുകളിലും എപ്പോഴും വീഴാതെ നിൽക്കുന്നത് കോട്ടയം, പത്തനംതിട്ട പോലെയുള്ള ജില്ലകളാണ്, എറണാകുളവും. അവിടങ്ങളിൽ ഈ രണ്ട് പാർട്ടികളും, കോൺഗ്രസും കേരള കോൺഗ്രസിന്റെ പലതരത്തിലുള്ള വിഭാഗങ്ങളും ഒരുമിച്ച് നിൽക്കുമ്പോഴാണല്ലോ ശക്തി. ഇപ്പോഴത്തെ ഈ വൈകാരികമായ അന്തരീക്ഷത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറയുക എന്നുള്ളതിനപ്പുറത്ത് ഇനി ഇവർ വേണ്ടതില്ല എന്നുള്ള ഒരു കർശനമായ നിലപാടെടുക്കുക രാഷ്ട്രീയമായി മണ്ടത്തരമല്ലേ? അല്ല, രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് മുന്നണി രാഷ്ട്രീയത്തിൽ ചില തീരുമാനങ്ങൾ, ചിലപ്പോൾ ചില കടുത്ത തീരുമാനങ്ങൾ ചില സന്ദർഭങ്ങളിൽ എടുക്കേണ്ടി വരും. അത്തരം തീരുമാനങ്ങൾ ചില ഭാവിയിൽ ചിലപ്പോൾ ദോഷം ചെയ്യും, ചിലപ്പോൾ നേട്ടമുണ്ടാക്കും. ഇവിടെ ബഹുമാനപ്പെട്ട ശ്രീ ജേക്കബ് ജോർജ് പറഞ്ഞ ഒരു സത്യമുണ്ട്. എന്നും എനിക്ക് തോന്നുന്നു 80കളിൽ ഒഴികെ ബാക്കി വർഷങ്ങളായിട്ട് ഏതാണ്ട് 10-35 വർഷമായി കോൺഗ്രസ് നേതൃത്വം നൽകുന്ന UDFന്റെ പ്രധാന ഘടകകക്ഷിയായി നിന്ന പ്രസ്ഥാനമാണ്. ഒരുപക്ഷെ ശ്രീ കെ കരുണാകരൻ്റെ നേതൃത്വത്തിൽ പുതിയ ഐക്യജനാധിപത്യ മുന്നണി വന്ന കാലം, ആദ്യം PJ ജോസഫാണ് വന്ന്, പിന്നീട് ശ്രീ മാണി സാർ വന്നു. ആ കാലം മുതലുള്ള ഘടകകക്ഷി എന്നുള്ള നിലയിൽ തീർച്ചയായും ഒരു ഘടകകക്ഷി, അത് വലുതായാലും ചെറുതായാലും, ഒരു മുന്നണിയിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ഒരു നിലപാടെടുക്കുമ്പോൾ അതിന് വേദനയുണ്ടാക്കുമെന്ന കാര്യം സംശയമില്ല. പ്രത്യേകിച്ച് ആ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന കക്ഷിക്കും മുന്നണിക്കും നഷ്ടമുണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ആ നഷ്ടം ഉണ്ടാകും എന്നുള്ളൊരു വികാരത്തോടു കൂടി ലക്ഷക്കണക്കിന് വരുന്ന കോൺഗ്രസ് പ്രവർത്തകരെയും UDF പ്രവർത്തകരെയും നിരാശരാക്കുന്ന, അല്ലെങ്കിൽ അവർ എല്ലാ അഴുക്കുഭാണ്ഡവും ചുമക്കേണ്ട, എക്കാലത്തും എല്ലാ അഴുക്കുഭാണ്ഡവും ചുമക്കേണ്ട ഒരു ഗതികേടിലേക്ക് ആ മുന്നണിയെ വിശ്വസിക്കുന്നവരെ നിലനിർത്തുന്നത് ശരിയല്ല. അതുകൊണ്ട് ചിലപ്പോൾ ചില തീരുമാനങ്ങൾ, കടുത്ത തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ചിലപ്പോൾ ചില സർജറി നിർവഹിക്കേണ്ടി വരും. അങ്ങനെ കണ്ടാൽ മതി. എന്തായാലും ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ശോഭനമായ ഭാവി, ചില സ്ട്രോങ് ആയിട്ടുള്ള നിലപാടുകൾ, പലപ്പോഴും UDF ചില അയഞ്ഞ നിലപാടുകളാണ് പല കാര്യങ്ങളും സ്വീകരിച്ചിട്ടുള്ളത്. ആ അയഞ്ഞ നിലപാടിന് പകരം ഇപ്പോൾ ശ്രീ ഉമ്മൻചാണ്ടി, ശ്രീ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയും ശക്തമായ ഒരു നിലപാടെടുത്തത് UDFന് ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയാണ് കോൺഗ്രസിനുള്ളത്. ശ്രീ സജി മഞ്ഞക്കടമ്പൻ, കേരള കോൺഗ്രസ് സ്വന്തം അണികളെ കുറിച്ചും ആലോചിക്കണമല്ലോ. കേരള കോൺഗ്രസിന്റെ അണികളും അനുഭാവികളുമായിട്ടുള്ള ആളുകൾ ഒരു UDF മനസ്ഥിതിയുള്ള ആളുകളാണ്. കാലാകാലങ്ങളായി അങ്ങനെയായിരുന്നു. 44 വർഷത്തെ ബന്ധമാണല്ലോ. ഇടയ്ക്ക് ഒരു 1980 കാര്യം ഒഴിച്ചു നിർത്തിയാൽ കേരള കോൺഗ്രസ് UDFന്റെ ഒരു സ്വാഭാവിക ഘടകകക്ഷിയായി നിലകൊള്ളുകയായിരുന്നു. നിങ്ങൾ UDF വിട്ടു എന്നതിന് ശേഷവും നിങ്ങളെ UDF ആയിട്ട് തന്നെയാണ് ആളുകൾ കണ്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇനി പെട്ടെന്നൊരു സൗകര്യത്തിന് LDFിലേക്ക് പോകാം, അല്ലെങ്കിൽ BJPയുമായി മൂന്നാം മുന്നണി ഉണ്ടാക്കാം എന്നൊക്കെ കരുതിയാലും അണികൾ അവിടെ തന്നെ നിൽക്കില്ലേ UDFന്റെ ഭാഗത്ത്? ഞാൻ പറഞ്ഞു, കേരള കോൺഗ്രസ് പാർട്ടി എടുക്കുന്ന തീരുമാനത്തിനനുസരിച്ച് കേരള കോൺഗ്രസിന്റെ അണികൾ നീക്കും. പാർട്ടിയുടെ ചെയർമാനും അല്ലെങ്കിൽ വർക്കിംഗ് ചെയർമാൻ BE സാറും കൂടി എടുക്കുന്ന തീരുമാനമുണ്ട്. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടിയുടെ അണികളും പാർട്ടിയുടെ നേതാക്കന്മാരും പ്രവർത്തകരും നിൽക്കും എന്ന കാര്യത്തിൽ ആരും സംശയിക്കേണ്ട. ഇവിടെ ബഹുമാനപ്പെട്ട പന്തളം സുധാകരൻ ഒക്കെ പറയുകയുണ്ടായി, ഞങ്ങൾ കേരള കോൺഗ്രസിനെ ഉപദ്രവിച്ചിട്ടില്ല. ഞങ്ങൾ എന്തുകൊണ്ടാണ് കേരള കോൺഗ്രസ് UDF മുന്നണി വിടാനുണ്ടായ സാഹചര്യം? നമുക്കറിയാം, കഴിഞ്ഞ മന്ത്രിസഭയിലുള്ള 3 മന്ത്രിമാർക്കെതിരെ സമാനമായ ആരോപണങ്ങൾ ഉണ്ടായി. അതിൽ കേരള കോൺഗ്രസിന്റെ മന്ത്രി, കേരള കോൺഗ്രസിന്റെ ചെയർമാൻ KM മാണി സാറിനെതിരെ മാത്രം കേസെടുത്തു, അന്വേഷണം നടക്കുന്നു, ക്വിക്ക് വെരിഫിക്കേഷൻ നടക്കുന്നു. മറ്റുള്ള മന്ത്രിമാർക്കെതിരെ ഒരു അന്വേഷണവുമില്ല, അല്ലെങ്കിൽ കേസെടുക്കുന്നില്ല. ഇതിനകത്ത് ദുരൂഹതയുണ്ടായിരുന്നു, ഞങ്ങൾക്ക് അന്ന് പോലും ദുരൂഹതയുണ്ടായിരുന്നു. ആ ദുരൂഹതയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങള് അല്ലെങ്കിൽ UDFുമായിട്ടുള്ള ബാന്ധവം തൽക്കാലമായി ഉപേക്ഷിച്ചത്. ആ വിഷയം അല്ല, അപ്പോഴും താങ്കൾ താൽക്കാലികമായി ഉപേക്ഷിച്ചത് എന്ന് ആവർത്തിച്ചു പറയുന്നത് ഞാൻ അടിവരയിട്ട് ശ്രദ്ധിക്കാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. ശ്രീ രാജു എബ്രഹാം, നിങ്ങൾക്ക് ബാലികേറാമലയായി തോന്നുന്ന ഇടങ്ങളെ രാഷ്ട്രീയമായി വരുതിക്ക് നിർത്താനുള്ള ഒരു അവസരമായി ഇതിനെ കാണുന്നുണ്ടോ? ഇതിനു മുൻപൊരു കർഷക കൂട്ടായ്മ ഉണ്ടായിട്ടുണ്ട്. അതിൽ കേരള കോൺഗ്രസിന്റെ ചില വിഭാഗങ്ങളും
ഒപ്പം ഇൻഫാം, കത്തോലിക്ക കോൺഗ്രസ് തുടങ്ങിയ സംഘടനകളും ഉണ്ട്. നേരത്തെ പി സി ജോർജ് ഉന്നയിച്ച ആരോപണം ഒരു മെത്രാൻ മധ്യസ്ഥം വഹിക്കുന്ന ഒന്നാണ് ഇത് എന്നാണ്. അങ്ങനെ മധ്യ കേരളത്തിലേക്ക് കടന്നു കയറാനുള്ള ഒരു റോഡ് മാപ്പ് CPIM-നുണ്ടോ? മധ്യ കേരളം CPM-നെ സംബന്ധിച്ചിടത്തോളമോ ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ചിടത്തോളമോ ഒരു ബാലികേറാമലയൊന്നും അല്ല. ആകെ ഞങ്ങൾക്ക് അല്പം ക്ഷീണം വന്നത് കോട്ടയം ജില്ലയിൽ മാത്രമേ ഉള്ളൂ. ഇടുക്കി ജില്ലയിലും പത്തനംതിട്ട ജില്ലയിൽ ആകെയുള്ള 5 സീറ്റിൽ 4-ലും ഇടതുപക്ഷ മുന്നണിയാണ് ഇത്തവണ ജയിച്ചത്. ഇടുക്കിയിൽ ആകെപ്പാടെ അപ്പുറത്തൊരു സീറ്റല്ലേ പോയിട്ടുള്ളൂ. അപ്പോൾ കോട്ടയം മാത്രമാണ് ഞങ്ങൾക്ക് രാഷ്ട്രീയമായി അല്പം ക്ഷീണം വന്നിട്ടുള്ളത്. അത് ഇപ്പോൾ ഈ ഒരു പുതിയ ഒരു രാഷ്ട്രീയ പാർട്ടിയെ മുന്നണിയിലെടുത്തുകൊണ്ട് മാത്രമേ അത്തരമൊരു പ്രശ്നത്തിൽ പരിഹാരം കാണാൻ കഴിയൂ എന്നൊന്നും ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളൊരു കാര്യമല്ല. അതേസമയം കേരള കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെയോ ഒപ്പം നിൽക്കുന്ന ബഹുജനങ്ങൾ, ആ ബഹുജനങ്ങൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായി സഹകരിക്കുന്ന കാര്യത്തിൽ അവർക്ക് സഹകരിക്കാവുന്നതേ ഉള്ളൂ. അതിനെന്താ പ്രശ്നം? ഒരു പ്രശ്നവും ഇല്ല. രാഷ്ട്രീയമായി ഞങ്ങൾക്ക് നേരത്തെ ഞങ്ങൾക്ക് കോൺഗ്രസിനെ പിന്തുണച്ചിട്ടില്ലേ, UPA സർക്കാരിനെ പിന്തുണച്ചിട്ടില്ലേ. പക്ഷെ പിന്നീട് പാർട്ടി കോൺഗ്രസ് എടുത്ത തീരുമാനപ്രകാരമാണ് ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നത്. അത് CPM അടക്കമുള്ള ഇടതുപക്ഷ പാർട്ടികൾക്ക് ശക്തി ഉണ്ടാക്കാൻ കഴിയുന്ന നിലയിലുള്ള രാഷ്ട്രീയ തീരുമാനങ്ങളിലേക്ക് ശരി, അത് എന്തായാലും കാത്തിരിക്കാൻ വരുന്ന ദിവസങ്ങളിൽ KM മാണി ഉദ്ദേശിച്ചത് എന്താണ്? അദ്ദേഹം ഉദ്ദേശിച്ച രാഷ്ട്രീയ പരീക്ഷണം വിജയിക്കുകയാണോ ഉണ്ടായത്, അതോ കോൺഗ്രസിനെ സംബന്ധിച്ച് മധ്യ കേരളത്തിൽ സ്വന്തം നിലക്ക് പാർട്ടി വളർത്താനുള്ള ഒരു അവസരമായി, അവർക്ക് KM മാണിക്ക് മുൻപിൽ വാതിലടക്കാനുള്ള അവസരമായി ഇത് മാറുമോ? ഇതൊക്കെ അറിയാനിരിക്കുന്നു വരുന്ന ദിവസങ്ങളിൽ. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ രാജു എബ്രഹാം, ശ്രീ ജേക്കബ് ജോർജ്, ശ്രീ പന്തളം സുധാകരൻ, ഒപ്പം ശ്രീ സജി മഞ്ഞക്കടമ്പൻ, ശ്രീ ഫ്രാൻസിസ് ജോർജ്, ശ്രീ PC ജോർജ്.